ഹലോ മക്കളെ, നമ്മൾ ഇന്ന് എൻ സി ആർ ടി ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഈ എൻ സി ആർ ടിയിൽ നിന്നും PSC എടുത്തിട്ടുണ്ട് അല്ലേ. LDC എക്സാമിനും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി ഈ ടെക്സ്റ്റ് മുഴുവനും ഞാൻ വായിച്ച് അത് കൃത്യമായി നോട്ട് എഴുതി പഠിക്കേണ്ട ഒരു ഭാഗം പോലും വിട്ടുപോകാതെ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠഭാഗങ്ങളുടെ PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിലിടാം. അത് വായിക്കണം എന്നുള്ളവർ ഒരു തവണ അത് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. ഒരു തവണ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കാം. നമ്മൾ പുസ്തകമൊക്കെ വായിക്കുന്നതല്ലേ, ഇത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആകെ ഒരു 21 പേജ് എങ്ങാണ്ട് ഈ പാഠഭാഗം ഉള്ളൂ. അപ്പോൾ ആ 21 പേജ് നിങ്ങൾ ഓടിച്ചൊന്ന് വായിച്ചു നോക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ നോട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ. ആ നോട്ടും ഇടാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് വായിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര മനോഹരമായ ഹാൻഡ് റൈറ്റിംഗ് ഒന്നല്ല, പക്ഷേ എങ്കിലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് പാഠഭാഗത്തേക്ക് വരാം. ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ, ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കേണ്ട ഭാഗം ആദ്യം പറയുന്നത് ഭരണഘടനയുടെ ചുമതലകളാണ് പറയുന്നത്. ഭരണഘടനയുടെ ചുമതലകൾ, ഫങ്ഷൻസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭരണഘടന കൊണ്ടുവന്നത്, എന്താണ് ഈ ഭരണഘടനയുടെ ആവശ്യം അല്ലേ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചുമതല എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചുമതല എന്ന് പറയുന്നത് സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനം കൊണ്ടുവരുന്നതിനുള്ള അടിസ്ഥാന നിയമങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ ചുമതല. 5 ചുമതലകളാണ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ കൃത്യമായിട്ട് അതെല്ലാം ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചുമതല എന്താണ് പറഞ്ഞത്? സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിലെ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനം കൊണ്ടുവരുന്നതിനുള്ള അടിസ്ഥാന നിയമങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ ചുമതല. അതായത് നമ്മൾ സാധാരണ പറയില്ലേ, അമ്മനെ തല്ലിയാലും 2 പക്ഷം എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ എന്തൊരു കാര്യം പറഞ്ഞാലും അതിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. ഏത് കാര്യം പറഞ്ഞാലും അതിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവും അല്ലെ. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും പല അഭിപ്രായങ്ങൾ പറയും ഇല്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ സ്വത്തവകാശം നല്ല കാര്യമാണ്, സ്വത്തവകാശം വേണോ, സ്ത്രീധനം വേണോ എന്ന് ചോദിച്ചാലടക്കം ഒരുപാട് അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വരും അല്ലേ. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് പേര് ഈ വർഗീയത പറയുന്നവരുണ്ട്. എല്ലാ മതത്തിൽപ്പെട്ടവരും ഉണ്ട്. ഒരു പ്രത്യേക മതം എന്നല്ല, എല്ലാ മതത്തിലും അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ടല്ലോ ഈ വർഗീയത പറയുന്നത്. പക്ഷെ അവരൊന്നും ഈ പൊതുസമൂഹത്തിൽ വന്ന് ഇത് ഉച്ചത്തിൽ വിളിച്ച് പറയാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്ന് അല്ലേ. നിങ്ങളത് ഫോളോ ചെയ്യണം. ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിരിക്കുന്നു ഇതൊരു മതേതര രാജ്യമാണ്, എല്ലാവർക്കും ഇവിടെ ഇഷ്ടമുള്ള മതം ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനും അതിൽ വിശ്വസിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കാൻ ആർക്കും അവകാശമില്ല. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ കുറ്റവാളികൾ ഇപ്പം നമ്മൾ സാധാരണ ഒരു കുറ്റം ചെയ്തു എന്ന് ഒരാൾ ആരോപിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും അയാൾ ഇപ്പം തന്നെ തൂക്കിക്കൊല്ലണം എന്ന് പറയും. ചിലർ പറയും അയാളെ ജനങ്ങളുടെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം, എല്ലാവരും തല്ലിക്കൊല്ലട്ടെ അയാളെന്ന് പറയും അല്ലേ. ചിലർ പറയും അയാൾ ഇങ്ങനെ ചെയ്യണം, അയാൾ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ഭരണഘടന അതിന് അനുവദിക്കുന്നുണ്ടോ? ഇല്ല. ഒരാളെ കുറ്റാരോപിതനായി കഴിഞ്ഞാൽ അയാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. ഒരാളെ കുറ്റം ആരോപിച്ചു കഴിഞ്ഞാൽ അയാളെ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം എന്നുള്ള കാര്യം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇവിടെ പെരുമാറാൻ പറ്റില്ല. അടിസ്ഥാന കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലല്ല, അടിസ്ഥാന കാര്യങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം നമ്മുടെ ഭരണഘടന കൃത്യമായിട്ട് നിർവചിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഏകോപനം, അതിന് പറഞ്ഞത് മുഴുവനായിട്ടുള്ളതല്ലെങ്കിലും ചുരുങ്ങിയ രീതിയിലെങ്കിലും ഏകോപനം കൊണ്ടുവരുന്നതിന് അടിസ്ഥാന നിയമങ്ങൾ ആര് പ്രദാനം ചെയ്യുന്നുണ്ട്? നമ്മുടെ ഭരണഘടന പ്രദാനം ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഏകോപനം കൊണ്ടുവരാൻ സാധ്യമല്ല, എല്ലാ കാര്യത്തിലും ഒരു അഭിപ്രായം കൊണ്ടുവരാൻ ഒരിക്കലും ഭരണഘടനയ്ക്ക് സാധ്യമല്ല. പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഏകോപനം കൊണ്ടുവരുന്നതിനുള്ള ചുരുങ്ങിയ നിയമങ്ങൾ, അടിസ്ഥാന നിയമങ്ങൾ എന്ത് പ്രദാനം ചെയ്യുന്നുണ്ട്? ഭരണഘടന പ്രദാനം ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനം കൊണ്ടുവരുന്നതിനുള്ള അടിസ്ഥാന നിയമങ്ങൾ ഭരണഘടന പ്രദാനം ചെയ്യുന്നുണ്ട് എന്നതാണ് ഒന്നാമത്തെ ചുമതല എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചുമതല എന്ന് പറഞ്ഞാൽ അധികാരം ആർക്കാണെന്ന് വ്യക്തമാക്കലാണ്. അധികാരം ആർക്കാണ്, ഇവിടെ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് നമ്മുടെ ഭരണഘടന കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് എങ്ങനെ രൂപീകരിക്കണം എന്നുള്ള കാര്യം നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട്. ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ വാചകം വായിക്കാം. സമൂഹത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഭരണഘടനയുടെ രണ്ടാമത്തെ ചുമതല. ഗവൺമെന്റ് രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയെന്നും അത് തീരുമാനിക്കുന്നു. മനസ്സിലായ? അപ്പൊ സമൂഹത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കെന്ന് വ്യക്തമാക്കുന്നത് ഭരണഘടനയുടെ രണ്ടാമത്തെ ചുമതലയാണ്.
ഗവൺമെന്റ് രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയെന്നും അത് തീരുമാനിക്കുന്നു. അപ്പം നമ്മളുടെ സമൂഹത്തിൽ ആർക്കാണ് തീരുമാനമെടുക്കാനുള്ള അധികാരം? നമ്മൾ പറയും നമ്മുടെ ഭരണഘടനയിൽ ജനങ്ങൾക്കാണെന്ന്, അല്ലേ? ശരിക്കാണ്, ജനങ്ങൾക്കാണ് പരമാധികാരം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു രാജഭരണമുള്ള സ്ഥലത്താണെങ്കിൽ എങ്ങനെയാണ്? അവിടുത്തെ രാജാവിനായിരിക്കും ഒരു അന്തിമ തീരുമാനം, അല്ലെ? ഏതെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൽ അന്തിമ തീരുമാനം പറയുക അവിടുത്തെ രാജാവായിരിക്കും, ഒരു രാജഭരണം നിലനിൽക്കുന്ന രാജ്യത്താണെങ്കിൽ. അതേപോലെ തന്നെ ഒരു നമ്മുടെ പഴയ സോവിയറ്റ് യൂണിയൻ ഉണ്ട്. അവിടെ എന്ന് വെച്ചാൽ ഒരു ഏക രാഷ്ട്രീയ സമ്പ്രദായമാണ്, അല്ലെ? അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്ത് എന്തായിരിക്കും? ആ രാഷ്ട്രീയ പാർട്ടി ആയിരിക്കും, പാർട്ടിയുടെ തീരുമാനമായിരിക്കും അവിടുത്തെ. ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിക്കുക, വെറുതെ എക്സാമ്പിളായി പറയാനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുക്കാരായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും, അല്ലേ? അപ്പൊ പക്ഷെ ഇന്ത്യയിൽ എങ്ങനെയാണ്? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ജനങ്ങൾക്കാണ് പരമാധികാരം. പക്ഷെ ഒരു തീരുമാനമെടുക്കാൻ ഓരോ ജനങ്ങളോടും പോയി നമുക്ക് ചോദിക്കാൻ പറ്റുമോ? എല്ലാ ജനങ്ങളോടും ചോദിച്ചിട്ട് നമുക്കൊരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുമോ? പറ്റില്ല, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് രൂപീകരിച്ചിരിക്കുന്നത്? ജനപ്രതിനിധികളുള്ള പാർലമെന്റ് രൂപീകരിച്ചിരിക്കുന്നത്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുള്ള പാർലമെന്റ് നമ്മൾ അതിനാണ് രൂപീകരിച്ചിട്ടുള്ളത്. അവിടെ ആ ജനപ്രതിനിധികൾ ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ജനങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ പാർലമെന്റ് ആണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനം എടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്ത്യൻ ഭരണഘടനയിൽ നിയമങ്ങൾ, നയങ്ങൾ എന്നിവയിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ് നൽകുന്നത്. അതേപോലെ തന്നെ ഗവൺമെന്റ് എങ്ങനെ രൂപീകരിക്കണം, രാഷ്ട്രപതിയെ എങ്ങനെ തെരഞ്ഞെടുക്കണം, ഉപരാഷ്ട്രപതിയെ എങ്ങനെ തെരഞ്ഞെടുക്കണം, അല്ലെ? പ്രധാനമന്ത്രി, മന്ത്രിമാര് ഇവരുടെയൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇന്ത്യയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് എങ്ങനെ രൂപീകരിക്കണം എന്നുള്ളതും അധികാരം ആർക്കാണ്? നമ്മുടെ രാഷ്ട്രപതിക്ക് പൊതുമാപ്പ് നൽകാനുള്ള അധികാരമുണ്ട്, ഇല്ലേ? ഈ പൊതുമാപ്പ് നൽകാനുള്ള അധികാരം ആരാണ് കൊടുത്തിട്ടുള്ളത്? പ്രധാനമന്ത്രിയാണോ കൊടുത്തിട്ടുള്ളത്? അല്ല, നമ്മുടെ ഭരണഘടനയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായിട്ട് ആർട്ടിക്കിളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് രാഷ്ട്രപതിക്ക് ഇത്തരത്തില് പൊതുമാപ്പ് നൽകാനുള്ള അധികാരമുണ്ട്, പാർഡനിങ് പവർ ഉണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലെ? അതേപോലെ തന്നെ നമ്മുടെ സുപ്രീം കോടതിയുടെ അധികാരങ്ങളാണെങ്കിലും, ഇപ്പൊ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളാണെങ്കിലും, ഗവർണറുടെ അധികാരങ്ങളാണെങ്കിലും, രാഷ്ട്രപതിയുടെ ഉപരാഷ്ട്രപതിയുടെ അധികാരങ്ങളാണെങ്കിലും ഒക്കെ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവർക്ക് ഈ അധികാരങ്ങൾ ലഭിക്കുന്നത്. അപ്പൊ അധികാരം കൃത്യമായിട്ട് എന്തിൽ നിർവചിച്ചു വെച്ചിട്ടുണ്ട്? നമ്മുടെ ഭരണഘടനയിൽ നിർവചിച്ചു വെച്ചിട്ടുണ്ട്. സമൂഹത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കെന്ന് വ്യക്തമാക്കുന്നത് ഭരണഘടനയുടെ 2ാമത്തെ ചുമതലയാണ്. ഗവൺമെന്റ് രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയെന്നും അത് തീരുമാനിക്കുന്നു. ഇപ്പൊ അധികാരമല്ലേ നമ്മ പറഞ്ഞത്. ഇനി 3ാമത്തെ എന്ന് വെച്ചാൽ നിയന്ത്രണമാണ്. ആരെയാണ് നിയന്ത്രിക്കേണ്ടത്? ഗവൺമെന്റിനെ നിയന്ത്രിക്കണം, അല്ലെ? എന്തിനാണ് ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത്? അതായത് പൗരന് മേലെ ഗവൺമെന്റിന് ചുമത്താവുന്ന അധികാരത്തിന് പരിധി നിശ്ചയിക്കുക. എന്തും ഒരു ഗവൺമെന്റിന് നമ്മുടെ പൗരന്റെ മേല് അടിച്ചേൽപ്പിക്കാൻ, ഇന്ത്യൻ പൗരന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അവിടെ ഗവൺമെന്റിന് പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഏത് ഭാഗത്താണ് മെയിനായിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഗവൺമെന്റിന് പരിധികൾ നിശ്ചയിച്ചിട്ടുള്ളത്? മൗലികാവകാശങ്ങളുടെ ഭാഗത്താണ്, അല്ലെ? മൗലികാവകാശങ്ങളുടെ ഭാഗത്താണ് നമ്മുടെ ഗവൺമെന്റിനോട് ഭരണഘടന നിങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത്, ഇല്ലേ? പറഞ്ഞിട്ടില്ലേ? എല്ലാ ജാതി, മതം, വർഗം, ലിംഗഭേദം എന്നിവയുടെ പേരിൽ അല്ലെ ആരോടും വിവേചനം ചെയ്യരുതെന്നാണ് നമ്മുടെ ഗവൺമെന്റിനോട് ഭരണഘടന പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പൗരന് മേൽ ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾ വർണ്ണ വിവേചനം അല്ല, ഒരു തരത്തിലുള്ള അയിത്തത്തിന്റെ പേരിലാണെങ്കിലും ഒരു വിവേചനം കാണിക്കരുത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യരുത് എന്ന് നമ്മുടെ ഭരണഘടന കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മൗലികാവകാശങ്ങൾ എന്ന് വെച്ചാൽ ശരിക്കും എന്താണ്? നമ്മുടെ ഗവൺമെന്റിന് മേലുള്ള റെസ്ട്രിക്ഷൻസ് ആണ്, പരിധികളാണ്. അത് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ അത് ചെയ്യരുത്, ഗവൺമെന്റ് ഇങ്ങനെ പൗരന്മാരോട് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്നാണ് നമ്മുടെ മൗലികാവകാശങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ തങ്ങളുടെ പൗരന് മേല് ഗവൺമെന്റിന് ചുമത്താവുന്ന അധികാരത്തിന് പരിധി നിശ്ചയിക്കുക എന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ 3ാമത്തെ ചുമതല. ഭരണഘടനയുടെ 3ാമത്തെ ചുമതല എന്താണ്? തങ്ങളുടെ പൗരന് മേലെ ഗവൺമെന്റിന് ചുമത്താവുന്ന അധികാരത്തിന് പരിധി നിശ്ചയിക്കുക എന്നതാണ്. ഇനി ഈ പരിധികൾ എന്താണ്? മൗലികമാണല്ലേ, അതുകൊണ്ടാണ് നമ്മൾ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഈ പരിധികളെല്ലാം തന്നെ മൗലികമാണ്. ഇത് ഒരിക്കലും ഗവൺമെന്റ് ലംഘിക്കാനും പാടില്ല. ഈ പരിധികൾ ഒരിക്കലും ഗവൺമെന്റ് ലംഘിക്കാനും പാടില്ല. അതാണ് നമ്മുടെ 3ാമത്തെ ചുമതല എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ ചുമതല എന്ന് പറയുന്നത് ഗവൺമെന്റിനെ പ്രാപ്തമാക്കുക എന്നാണ്. അതായത് സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും നീതിനിഷ്ഠമായിട്ടുള്ള സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വ്യവസ്ഥകൾ രൂപം നൽകുന്നതിനും ഗവൺമെന്റിനെ പ്രാപ്തമാക്കുന്നത് ഭരണഘടനയാണ്. അതായത് ഇപ്പം നമ്മളൊരു കുടുംബം എടുക്കുക. കുടുംബത്തിൽ അച്ഛൻ, അമ്മ, മക്കളുണ്ട്, അല്ലേ? ഈ മക്കളെ അവരുടെ അഭിലാഷങ്ങൾക്കനുസരിച്ച് പ്രാപ്തമാക്കുക എന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ ഒരു ജോലി വേണം,
ആ ജോലിക്ക് വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കേണ്ടതും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നൽകേണ്ടത് ആരാണ്? അച്ഛനും അമ്മയും ചേർന്നിട്ടാണ്. അതേപോലെ തന്നെ നീതിനിഷ്ഠമായിട്ടുള്ള ഒരു സമൂഹം അല്ലെ, കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അവർ ലഹരിക്ക് അടിമപ്പെടാതെയും അവർ ഇന്നത്തെ ഈ മൊബൈൽ പോലുള്ള ഗെയിംസിനൊന്നും അടിമപ്പെടാതെ അവരെ നല്ല എന്താണ് മൂല്യബോധമുള്ള നല്ല പൗരന്മാരായിട്ട് വളർത്തിയെടുക്കേണ്ടത്, എല്ലാവരും തുല്യതയോടുകൂടി കാണാൻ അവരെ പഠിപ്പിക്കേണ്ടത്, സ്ത്രീകളോടും കുട്ടികളോടും എല്ലാം മുതിർന്നവരോടും നന്നായി പെരുമാറാൻ അവരെ പഠിപ്പിക്കേണ്ടതൊക്കെ ആരാണ്? അച്ഛനും അമ്മയാണ് അല്ലേ അവരെ പഠിപ്പിച്ചെടുക്കുക. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിലെ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലുള്ള ജീവിതം അവർക്ക് ഉണ്ടാവണം. എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ജീവിതം ഉണ്ടാവണം. അല്ലാതെ കുറച്ച് പേര് നല്ല രീതിയിൽ ജീവിക്കുന്നു, മെച്ചപ്പെട്ട ജീവിത നിലവാരത്തോടുകൂടി ജീവിക്കുന്നു, കുറച്ച് പേര് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു, അങ്ങനെ പാടുണ്ടോ? എല്ലാവർക്കും തുല്യ നീതി ലഭിക്കണം, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ലഭിക്കണം, എല്ലാവർക്കും ഒരേപോലത്തെ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഗവൺമെന്റിനെ പ്രാപ്തമാക്കുന്ന നമ്മുടെ ഭരണഘടനയാണ്. കാരണം നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായിട്ട് ഇത്തരത്തിൽ വിവേചനങ്ങൾ പാടില്ല എന്നും അതുപോലെ തന്നെ മത ന്യൂനപക്ഷങ്ങൾക്കും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേകം സംവരണം നൽകണമെന്നും അതേപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം നൽകണം അല്ലെ, ഇങ്ങനത്തെ ഒരുപാട് വ്യവസ്ഥകൾ, മദ്യനിരോധനം നടപ്പിലാക്കണം അല്ലെ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, നല്ലൊരു ക്ഷേമരാഷ്ട്രമാകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി നമ്മുടെ പരിസ്ഥിതിനെ സംരക്ഷിക്കണം. അപ്പൊ ഇതിനു വേണ്ടിയിട്ടൊക്കെ ആണ് ഗവൺമെന്റ് എന്താണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരു നീതിനിഷ്ഠമായിട്ടുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിയമങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിനെ പ്രാപ്തമാക്കുന്നത് എന്താണ്? നമ്മുടെ ഭരണഘടനയാണ്. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനാണ് ഗവൺമെന്റ് ഓരോരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഭരണഘടന തന്നെയാണ് ഗവൺമെന്റിനെ അതിന് പ്രാപ്തമാക്കി മാറ്റുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു സംശയം ഉണ്ടാവും, പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, നമുക്കത് സെറ്റാക്കി എടുക്കാം. ഇനി 5ാമത്തെ ചുമതല എന്ന് പറഞ്ഞാൽ ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം. അതായത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ ജനതയുടെ വ്യക്തിത്വത്തെയാണ് കാണിക്കുന്നത് അല്ലെ. ഇന്ത്യൻ ജനതയുടെ ഒരു ബേസിക് ക്യാരക്ടറാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കാണിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ മതേതരത്വം ഫോളോ ചെയ്യുന്നു അല്ലേ. ഇതുപോലെ ഇന്ത്യയിൽ ജനങ്ങൾക്കാണ് പരമാധികാരം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ജനതം, സാമൂഹ്യ നീതി, രാഷ്ട്രീയ നീതി, അതുപോലെ തന്നെ സാമ്പത്തിക നീതിയും എല്ലാവരും തുല്യരായിട്ടാണ് നമ്മളെ ഭരണഘടന നമ്മുടെ ജനങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാവരും തുല്യരായിട്ടാണ്. അവിടെ പണത്തിൻ്റെയോ അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ ഇതായിട്ടുള്ള യാതൊരു വിവേചനവും നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്ക് ഇടയിലില്ല എന്നാണ് നമ്മുടെ ഭരണഘടന ആരോട് പറയുന്നത്? പുറത്തുള്ള രാഷ്ട്രങ്ങളോട് പറയുന്നത് അല്ലെ. ഇന്ത്യൻ ജനതയ്ക്കിടയിൽ യാതൊരു വിവേചനവും ഇല്ല. നമ്മളിവിടെ അയിത്തം ഫോളോ ചെയ്യുന്നില്ല. നമ്മളിവിടെ ഒരു മതത്തിനും പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നില്ല. നമ്മൾ എല്ലാ ജനങ്ങളെയും തുല്യരായിട്ടാണ് കാണുന്നത്. സ്ത്രീയെയും പുരുഷനെയും തുല്യരായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മുതിർന്നവർക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും നമ്മൾ പ്രത്യേക സംരക്ഷണം നൽകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭരണഘടന എന്ത് പറയുന്നത്? ഇന്ത്യൻ ജനതയെക്കുറിച്ച് പുറത്തേക്ക് പറയുന്നത്. അവിടെ നമ്മൾ ഇന്ത്യൻ ഭരണഘടന എന്താണ്? ഇന്ത്യയുടെ വ്യക്തിത്വമാണ്, ഇന്ത്യൻ ജനതയുടെ വ്യക്തിത്വമായിട്ടാണ് അവിടെ പ്രതിഫലിക്കുന്നത്. അതാണ് പറഞ്ഞത്, ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വമായിട്ട് നമ്മുടെ ഭരണഘടന നിലകൊള്ളുന്നു. 5 പോയിന്റുകൾ പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു ഏകോപനം കൊണ്ടുവരുന്നു. ഇന്ത്യൻ ജനതയ്ക്കിടയിൽ ഒരു ഏകോപനം കൊണ്ടുവരുന്നതിന് അടിസ്ഥാന നിയമങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ ഈ നിയമങ്ങൾ എന്തായാലും ഫോളോ ചെയ്തേ പറ്റുള്ളൂ. സ്ട്രിക്റ്റ് ആണ്, നിർബന്ധമാണ് അല്ലെ. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ ഭരണഘടന ശരിക്കും ഒരു നിയമ സംഹിതയാണ്. അപ്പൊ അതിലൂടെ ഈ നിയമങ്ങളിൽ കൂടി ഒരു ഏകോപനം കൊണ്ടുവരുന്നു. രണ്ടാമതായി പറഞ്ഞത് അധികാരം ആർക്കാണ്? അധികാരം നമ്മൾ പറയും ജനങ്ങൾക്കാണ്. പക്ഷെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ജനങ്ങൾക്കായിട്ടല്ല, ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഉള്ള ജനപ്രതിനിധികൾ അടങ്ങുന്ന പാർലമെന്റിനാണ് നമ്മൾ നിയമങ്ങൾ നിർമ്മിക്കാനും അത് ഭേദഗതി ചെയ്യാനും ഭരണഘടനയിൽ തിരുത്തലുകളും അമെൻമെന്റുകൾ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒക്കെ അധികാരം നമ്മൾ പാർലമെന്റിനാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് എങ്ങനെ രൂപീകരിക്കണമെന്നും ആ ഗവൺമെന്റിലെ ഓരോരുത്തർക്കുമുള്ള അധികാരങ്ങളെ കുറിച്ചും നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമ്മുടെ ഗവൺമെന്റിന്റെ പരിധികളാണ്. ഒരിക്കലും ഒരു പൗരന് മേല് ഒരു പരിധിയിൽ കൂടുതൽ അധികാരം കൊണ്ടുവരാൻ ഗവൺമെന്റിന് കഴിയില്ല. കാരണം നമ്മുടെ ഭരണഘടനയിൽ കുറച്ച് മൗലികാവകാശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന രീതിയിൽ നിങ്ങൾ പൗരനോട് പെരുമാറാൻ പാടുള്ളൂ അല്ലെ. ഒരാളെ കുറ്റവാളിയാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അയാളെ തൂക്കിക്കൊല്ലാനുള്ള അധികാരം ഉണ്ടോ? ഗവൺമെന്റിന് ഇല്ല. കാരണം എന്താണ്? നമ്മുടെ ഭരണഘടനയിൽ എങ്ങനെ ഒരു പൗരനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ ഓരോ പൗരന്മാരോടും പെരുമാറണം എന്നുള്ള കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഗവൺമെന്റിന്റെ പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ ഭരണഘടന.
അതിനുശേഷം നാലാമത്തായി നമ്മൾ പറഞ്ഞത് ഈ സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനും ഒരു നീതിനിഷ്ഠമായിട്ടുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകൾക്ക് രൂപം നൽകാൻ, നിയമങ്ങൾക്ക് രൂപം നൽകാൻ ഗവൺമെന്റിനെ പ്രാപ്തമാക്കുന്നതും എന്ത് തന്നെയാണ്? ഈ ഭരണഘടന തന്നെയാണ് പ്രാപ്തമാക്കുന്നത്. അവസാനമായി പറഞ്ഞതാണ് ഇന്ത്യൻ ജനതയുടെ മൗലിക വ്യക്തിത്വമായിട്ട് ഭരണഘടന നിലകൊള്ളുന്നു എന്ന് പറഞ്ഞത്. കിട്ടിയോ നിങ്ങൾക്ക്? ഇനി തന്നെ ഓർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു 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 ടിപ്പ് പറഞ്ഞാൽ എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന അറിയില്ല, പറ്റുന്നവർ അങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ ഈ 5 ചുമതലകളും നിങ്ങൾക്ക് മാറിപ്പോകാതെ ഓർത്തിരിക്കാൻ പറ്റും. അപ്പൊ ഈ 5 ചുമതലകൾ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മുടെ ഭരണഘടനയിൽ ആദ്യം പറയുന്ന ഈ 5 പാർട്ടുകൾ ഓർത്താൽ മതി. ഒന്നാമത്തെ പാർട്ട് എന്താണ്? യൂണിയൻ ആൻഡ് ടെറിട്ടറി. അല്ലെ, യൂണിയൻ ആൻഡ് ടെറിട്ടറിയാണ് പറയുന്നത്. അതായത് കൃത്യമായിട്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഏതൊക്കെ എത്ര ഭൂപ്രദേശം ഉൾക്കൊള്ളുന്നതാണ്, ഇന്ത്യയുടെ ടെറിട്ടറി കൃത്യമായിട്ട് നിർണ്ണയിച്ചു വെച്ചിരിക്കുകയാണ്. അതുവഴി നമുക്ക് ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്നുള്ളൊരു വികാരം ഉണ്ടാവണം, ഒരു ഐക്യം ഉണ്ടാവണം, ഒരു ഏകത്വം ഉണ്ടാവണം. അപ്പൊ ഒന്നാമത്തെ ചുമതല, ഭരണഘടനയുടെ ഒന്നാമത്തെ ചുമതല എന്ന് പറയുന്നത് ഒരു ഏകോപനം കൊണ്ടുവരിക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇനി ഭരണഘടന ഏകോപനം കൊണ്ടുവരുന്നത്? നിയമങ്ങളിൽ കൂടിയാണ്, അടിസ്ഥാനമായിട്ടുള്ള നിയമങ്ങളിൽ കൂടിയാണ് ഇന്ത്യൻ ജനതയ്ക്കുള്ളിൽ ഏകോപനം കൊണ്ടുവരുന്നത്. അപ്പൊ ഒന്നാമത്തെ ചുമതല എന്ന് പറയുന്നത് സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനം കൊണ്ടുവരുന്നതിനുള്ള അടിസ്ഥാന നിയമങ്ങൾ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറഞ്ഞത് നമ്മുടെ പാർട്ട് 2 എന്താണ് പറയുന്നത്? സിറ്റിസൺഷിപ്പ്. അല്ലെ, സിറ്റിസൺഷിപ്പ് ആണ് പറയുന്നത്. സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൗരത്വമാണ്. അല്ലെ, പൗരന്മാര്. ഈ പൗരന്മാർക്കാണ്, നമുക്കറിയാം ഇന്ത്യയിൽ പൗരന്മാർക്കാണ് പരമാധികാരം. നമ്മുടെ ഭരണഘടനയിൽ ആദ്യം തന്നെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് പരമാധികാരം ജനങ്ങൾക്ക് അല്ലെ, പരമാധികാരം ജനങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പാർട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മ കിട്ടും. രണ്ടാമത്തെ ചുമതല എന്ന് പറയുന്നത് അധികാരത്തെ കുറിച്ചാണ് പറയുന്നത്. അധികാരം ജനങ്ങൾക്കാണ്, പക്ഷെ ഓരോ വ്യക്തികൾക്കായിട്ട് നൽകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കാനും നീതി നടപ്പിലാക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരാനൊക്കെ ഉള്ള, അതിൽ മാറ്റം വരുത്താനുള്ള അധികാരങ്ങളൊക്കെ ആര് നൽകിയിരിക്കുന്നു? പാർലമെന്റിന് നൽകിയിരിക്കുന്നു. ജനങ്ങൾക്ക് ഓരോരുത്തർ കാര്യം നൽകാൻ പറ്റാത്തത് കൊണ്ട് അത് കോമൺ ആയിട്ട് നമ്മൾ പാർലമെന്റിന് നൽകിയിരിക്കുന്നു. അതേപോലെ തന്നെ ഓരോ പദവിയിലിരിക്കുന്നവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? പ്രസിഡന്റിന്റെ ആണെങ്കിലും വൈസ് പ്രസിഡന്റിന്റെ ആണെങ്കിലും പ്രധാനമന്ത്രിയുടെ ആണെങ്കിലും ഗവർണറിന്റെ ആണെങ്കിലും മുഖ്യമന്ത്രിയുടെ ആണെങ്കിലും എല്ലാ പദവിയിലിരിക്കുന്നവരുടെയും അധികാരങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടന നിർവചിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? ഒരു ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ചുമതല എന്ന് പറയുമ്പോൾ നമ്മൾ പാർട്ട് 3 വരാം. പാർട്ട് 3 എന്താണ്? പാർട്ട് 3 മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെ, ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിനുള്ള പരിധികളാണ് നിശ്ചയിക്കുന്നത്. അല്ലെ, പൗരന്മാരുടെ മേലിൽ അധികം അധികാരം കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഇന്ന മൗലിക അവകാശങ്ങൾ അവർക്കുണ്ട്. ഈ മൗലിക അവകാശങ്ങളെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അധികാരമില്ല എന്നാണ് നമ്മുടെ പാർട്ട് 3 മൗലികാവകാശങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ ചുമതല എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക എന്നതാണ്. ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക്, പൗരന് മേലുള്ള ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക എന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ മൂന്നാമത്തെ ചുമതല. ഇനി നാലാമത്തെ ചുമതല എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാർട്ട് 4 വരാം. പാർട്ട് 4 വരുമ്പോൾ അവിടെ എന്താണ് പറയുന്നത്? നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അല്ലെ, നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഈ നിർദ്ദേശക തത്വങ്ങൾ? നമ്മുടെ ഗവൺമെന്റിനുള്ള കുറെ നിർദ്ദേശങ്ങളാണ്. ഇന്ത്യയെ ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിന് എന്തൊക്കെ ചെയ്യാമെന്ന് നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയവര് നമ്മുടെ ഗവൺമെന്റിന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിന് നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലെ, അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നിർദ്ദേശത്വങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ളത്? നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ അഭിലാഷങ്ങള് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇന്ത്യയെ ഒരു നിഷ്ഠമായിട്ടുള്ള ഒരു സമൂഹമാക്കി മാറ്റാം. നീതിനിഷ്ഠമായിട്ടുള്ള ഒരു സമൂഹമാക്കി മാറ്റുന്നതിനുള്ള വ്യവസ്ഥകളാണ് എന്തിൽ പറഞ്ഞിട്ടുള്ളത്? ഈ നിർദ്ദേശ തത്വങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നാലാമത്തെ ചുമതല എന്ന് പറയുന്നത് സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും നീതിനിഷ്ഠമായിട്ടുള്ള ഒരു സമൂഹത്തിൽ അതിനാവശ്യമായിട്ടുള്ള വ്യവസ്ഥകൾക്ക് രൂപം നൽകുന്നതിനും ഗവൺമെന്റിനെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് നാലാമത്തെ ചുമതല. ഇനി അഞ്ചാമത്തെ ചുമതലയിലേക്ക് വരുമ്പോൾ നമ്മൾ പാർട്ട് 4A ഉണ്ട് അല്ലെ, 4A കൂടി ഉണ്ട്. 4 കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് 5ലേക്കല്ല, 4A എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമില്ലേ, എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? മൗലിക കർത്തവ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഓരോ പൗരനും ഇന്ന കർത്തവ്യങ്ങളുണ്ട്, ചുമതലകൾ. അല്ലെ, അവർക്ക് അവകാശങ്ങൾ മാത്രമല്ല ഉള്ളത്, എന്തും കൂടി ഉണ്ട്. ഓരോ പൗരന്മാർക്കും കുറച്ച് ചുമതലകളുണ്ട്, കുറച്ച് കർത്തവ്യങ്ങൾ കൂടി ഉണ്ട്. അപ്പൊ ഈ കർത്തവ്യങ്ങളെല്ലാം പരിസ്ഥിതിയെ സംരക്ഷിക്കണം. അല്ലെ, ഇതൊക്കെ എന്താണ്? ഒരു കർത്തവ്യങ്ങളാണ്, പൗരന്റെ കർത്തവ്യങ്ങളാണ്. അപ്പൊ ഈ കർത്തവ്യങ്ങളെല്ലാം തന്നെ ഫോളോ ചെയ്യുമ്പോൾ എന്താണ് അവിടെ കാണിക്കുന്നത്? ഒരു വ്യക്തിത്വമാണ് കാണിക്കുന്നത്. അല്ലെ, അതിൽ പറഞ്ഞിട്ട് മൗലിക കർത്തവ്യങ്ങളെല്ലാം ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു നല്ല വ്യക്തിയായിരിക്കും, അതൊരു നല്ല വ്യക്തിത്വമായിരിക്കും. അല്ലെ, അപ്പൊ അതുകൊണ്ട് തന്നെ അഞ്ചാമത്തെ ചുമതല എന്ന് പറയുന്നത് ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം എന്നുള്ളതാണ്.
ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം എന്നുള്ളതാണ്. ശരിക്കും ആ ചുമതല കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളുടെ വ്യക്തിത്വത്തെയാണ് കാണിക്കുന്നത്. ജനങ്ങളുടെ ഐഡന്റിറ്റി ആയിട്ടാണ് ഈ ഭരണഘടന നിലകൊള്ളുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഈ 5 ചുമതല നിങ്ങൾക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒന്നാമത്തെ ചുമതല ഏകോപനമാണ്. ജനങ്ങൾക്കിടയിൽ ഏകോപനം കൊണ്ടുവരുന്നതിന് അടിസ്ഥാന നിയമങ്ങൾ ഉണ്ടാക്കുക. രണ്ടാമത്തെന്ന് പറയുമ്പോൾ അധികാരം ആർക്കാണെന്ന് പറയാം, അല്ലെ? അധികാരം ആർക്കാണെന്ന് വ്യക്തമാക്കുന്നത് ഗവൺമെന്റ് രൂപീകരിക്കുക എന്നതും ഭരണഘടനയുടെ ചുമതലയാണ്. 3ലേക്ക് വരുമ്പോൾ ഈ ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കലാണ് 3ാമത്തെ ചുമതല. 4ാമത്തെന്ന് പറയുമ്പോൾ ഗവൺമെന്റിനെ പ്രാപ്തമാക്കലാണ്. എന്തിന്? ഈ സമൂഹത്തിൽ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരാൻ ഗവൺമെന്റിനെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് 4ാമത്തെ ചുമതല. 5ാമത്തെ ചുമതല എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ ജനതയുടെ മൗലിക വ്യക്തിത്വമായിട്ട് നിലകൊള്ളുക, അല്ലെ? ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം എന്നുള്ളതാണ് 5ാമത്തെ ചുമതല. ഈ 5 ചുമതലകളും മറക്കരുത്. ഈ 5 ചുമതലകളും തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് നമ്മുടെ ഭരണഘടന ചുമതലയിൽ ഉൾപ്പെടുന്നത്, ഏതൊക്കെയാണ് ഉൾപ്പെടാത്തത് എന്നൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ 5 ചുമതലകളും മറന്നു പോകരുത്. നമ്മുടെ ഭരണഘടനയുടെ ആദ്യമായ 5 പാർട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ 5 ചുമതലകളായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്തയിലേക്ക് വരാം. നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പഠന പുരോഗതി വിലയിരുത്തുക എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് തന്നിട്ടുണ്ട്. പഠന പുരോഗതി വിലയിരുത്തുക. നമ്മളിപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ, നമ്മൾ ഭരണഘടനയുടെ ചുമതലകൾ 5 ചുമതലകൾ പഠിച്ചില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ചുമതല തന്നിട്ടുണ്ട്, വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അത് ഏത് ചുമതലയാണെന്ന് നമ്മൾ പറയണം. ഒരു ഉദാഹരണമാണ് തന്നിരിക്കുന്നത്, അതിന്റെ ചുമതല എന്താണെന്ന് നമ്മൾ പറയണം. ഒന്നാമത്തത്, ഗവൺമെന്റ് ഒരു പൗരനോട് ഏതെങ്കിലും ഒരു മതം പിന്തുടരുവാനോ ഒരു മതം പിന്തുടരുവാൻ പാടില്ല എന്നോ കൽപ്പിക്കാൻ പാടില്ല. ഇത് നമ്മുടെ ഭരണഘടനയുടെ ഏത് ചുമതലയാണ്? അതായത് ഗവൺമെന്റിനോട് പറയാണ്, ഒരു പൗരനോട് നിങ്ങൾ ഏതെങ്കിലും ഒരു മതം പിന്തുടരാൻ പറയാനും പാടില്ല, ഏതെങ്കിലും ഒരു മതം പിന്തുടരാൻ പാടില്ല എന്നും പറയാൻ പാടില്ല. ഇത് ഏത് ചുമതലയാണ് ഭരണഘടനയുടെ? നമുക്കറിയാം, ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം ഇത് മൗലികാവകാശമാണെന്ന്. കാരണം മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ മൗലികാവകാശമാണ്, അല്ലെ? നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പിന്തുടരാനും അത് പ്രചരിപ്പിക്കാനും ഉള്ള അവകാശം നമുക്കുണ്ട്. നമ്മുടെ മൗലികാവകാശമാണ്. മൗലികാവകാശം എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റിനുള്ള റെസ്ട്രിക്ഷൻ ആണ്, ഗവൺമെന്റിനുള്ള ലിമിറ്റേഷൻ ആണത്. ഗവൺമെന്റിനോട് ഒരു പൗരന്റെ ഈ അധികാര പരിധിയിൽ ലംഘിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ അധികാരത്തിന് മേലുള്ള നിയന്ത്രണമാണിത്. ശരിയല്ലേ? പറഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇവിടെ തന്നിരിക്കുന്ന കാര്യം മൗലികാവകാശമാണ്. മൗലികാവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഗവൺമെന്റിന് മേലുള്ള നിയന്ത്രണമാണ്. ഭരണഘടനയുടെ ഗവൺമെന്റിന് മേലുള്ള നിയന്ത്രണത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഉത്തരം വരുന്നത് ഗവൺമെന്റിന്റെ അധികാരത്തിന് മേലുള്ള നിയന്ത്രണം എന്നാണ്. അടുത്തത്, സമ്പത്ത്, വരുമാനം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള അസമത്വം കുറയ്ക്കുവാൻ ഗവൺമെന്റ് ശ്രമിക്കണം. സമ്പത്ത്, വരുമാനം എന്നിവ അടിസ്ഥാനമാക്കിയിട്ടുള്ള അസമത്വം കുറയ്ക്കാൻ ഗവൺമെന്റ് ശ്രമിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? ഈ അസമത്വം കുറയ്ക്കാന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് സാമൂഹ്യ നീതിയാണെന്ന്. ഒരു സാമൂഹ്യ നീതി കൈവരിക്കാൻ വേണ്ടി ഗവൺമെന്റിനോട് ശ്രമിക്കണം എന്നാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതാണ് വരാ? അതായത് നമ്മൾ പറഞ്ഞ 4ാമത്തെ, സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുക, നീതിനിഷ്ഠമായ സമൂഹത്തിനാവശ്യമായ നിയമങ്ങൾ രൂപം നൽകാൻ വേണ്ടി ഗവൺമെന്റിനെ പ്രാപ്തമാക്കുക എന്നുള്ള ചുമതല, അല്ലെ? ശരിയല്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ സമ്പത്തിന്റെയും വരുമാനത്തിന്റെയും അടിസ്ഥാനമാക്കിയുള്ള അസമത്വം കുറയ്ക്കണം എന്നാണ്. ഈ അസമത്വം കുറയ്ക്കണം എന്ന് പറയുന്നത് സാമൂഹ്യ നീതിയാണ്. അപ്പൊ സാമൂഹ്യ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിനെ പ്രാപ്തമാക്കുക, അല്ലെ? ആ ചുമതലയാണ് അപ്പൊ അവിടെ ഭരണഘടന വഹിക്കുന്നത്. ഇനി 3ാമത്തത്, പ്രധാനമന്ത്രിയെ നിയമിക്കാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. ആ സെന്റൻസിൽ തന്നെ ഉണ്ട് അവിടെ എന്താണ്, എന്ത് ചുമതലയാണെന്ന്? അധികാരമാണ്, അല്ലെ? പ്രധാനമന്ത്രിയെ നിയമിക്കാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. അതായത് അധികാരം വ്യക്തമാക്കലാണ്. ഒരു സമൂഹത്തിലെ അധികാരം, തീരുമാനമെടുക്കാനുള്ള അധികാരവും ഗവൺമെന്റ് രൂപീകരിക്കേണ്ടത് എങ്ങനെയെന്നും ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അധികാരമാണ് അവിടെ കാണിക്കുന്നത്. തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് വ്യക്തമാക്കല്. 4ാമത്തത്, എല്ലാവരും അനുസരിക്കേണ്ട പരമോന്നത നിയമമാണ് ഭരണഘടന. എല്ലാവരും അനുസരിക്കണം, ഒരുപോലെ എല്ലാവരും അനുസരിക്കണം. അപ്പൊ എല്ലാവരും അനുസരിക്കുമ്പോൾ അവിടെ എന്താണ് വരുന്നത്? അവിടെ ഒരു ഏകോപനം വരുന്നു, അല്ലെ? എല്ലാവരും അനുസരിക്കുന്നു, അതിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ എല്ലാവരും അനുസരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഏകോപനം വരുന്നു. സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ഏകോപനം കൊണ്ടുവരുന്നതിനുള്ള അടിസ്ഥാന നിയമം. സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ഏകോപനം കൊണ്ടുവരാന്നുള്ളത്, ചില അടിസ്ഥാന നിയമങ്ങളിൽ കൂടി ജനങ്ങൾക്കിടയിൽ, അല്ലെ, ഏകോപനം കൊണ്ടുവരാന്നുള്ളത്.
ഇനി അവസാനത്തത് ഏതെങ്കിലും വംശം, ജാതി, മതം എന്നിവയിൽപ്പെട്ടവർക്ക് മാത്രമായിട്ട് ഇന്ത്യൻ പൗരത്വം പരിമിതപ്പെടുത്തുന്നില്ല. അല്ലെ, ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനെ കുറിച്ചിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതായത് ഏതെങ്കിലും വംശം, ജാതി, മതം എന്നിവയിൽപ്പെട്ടവർക്ക് മാത്രമായിട്ട് ഇന്ത്യൻ പൗരത്വം പരിമിതപ്പെടുത്തുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഭരണഘടനയുടെ മൊത്തത്തിലുള്ള വ്യക്തിത്വത്തെയാണ് കാണിക്കുന്നത്. അല്ലെ, ഇന്ത്യയിലെ ഒരിക്കലും വംശം, ജാതി, മതം ഇതിന്റെ പേരിലൊന്നും ഒരു വിവേചനം ഇല്ല എന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ ജനങ്ങളുടെ വ്യക്തിത്വത്തെയാണ് കാണിക്കുന്നത്. അല്ലെ, അപ്പൊ ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വമാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഫസ്റ്റ് തന്നെ ഗവൺമെന്റ് ഒരു പൗരനോട് ഒരു മതത്തിൽ വിശ്വസിക്കാനോ വിശ്വസിക്കാൻ പാടില്ല എന്നോ പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ മൗലികാവകാശത്തെയാണ് കാണിക്കുന്നത്. മൗലികാവകാശം എന്ന് പറയുന്നത് ഭരണഘടനയുടെ എന്ത് ചുമതലനെയാണ് കാണിക്കുന്നത്, എന്ത് ഫംഗ്ഷനെയാണ് കാണിക്കുന്നത്? ഗവൺമെന്റിന് മേലുള്ള ലിമിറ്റേഷൻ അല്ലെ, ഗവൺമെന്റിന്റെ അധികാരത്തിന് മേലുള്ള നിയന്ത്രണം അല്ലേ കാണിക്കുന്നത്. ഇനി രണ്ടാമത്തത് സമ്പത്തും വരുമാനത്തിന്റെയും പേരിലുള്ള അസമത്വം കുറയ്ക്കണം എന്ന് പറയുമ്പോൾ അവിടെ സാമൂഹ്യ നീതി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അല്ലെ, അപ്പൊ ഒരു സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തിനെ വാർത്തുകൊണ്ടുവരാൻ ഗവൺമെന്റിനെ പ്രാപ്തമാക്കുക, അല്ലെ, ഗവൺമെന്റിനെ പ്രാപ്തമാക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തത് പ്രധാനമന്ത്രിയെ നിയമിക്കാനുള്ള അധികാരം പ്രസിഡന്റിനാണെന്ന് പറയുമ്പോൾ അവിടെ ആർക്കാണ് അധികാരം എന്ന് വ്യക്തമാക്കാണ്. അല്ലെ, പ്രധാനമന്ത്രിനെ നിയമിക്കാനുള്ള അധികാരം പ്രസിഡന്റിനാണെന്ന് പറയുമ്പോൾ തീരുമാനം എടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന്, ആർക്കൊക്കെയാണ് എന്തൊക്കെ തീരുമാനം എടുക്കാൻ അധികാരം ഉണ്ടെന്ന് അവിടെ കൃത്യമായി കാണിക്കുകയാണ്. നാലാമത്തെന്ന് പറയുമ്പോൾ എല്ലാവരും അനുസരിക്കേണ്ട, ഒരുപോലെ എല്ലാവരും അനുസരിക്കേണ്ട പരമോന്നത നിയമമാണ് ഭരണഘടന എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ അനുസരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു എന്താണ് വരുന്നത്? അവിടെ ഒരു ഏകോപനാണ് കൊണ്ടുവരുന്നത്. ഇനി അവസാനത്തത് ഏതെങ്കിലും വംശം, ജാതി, മതം എന്നിവയിൽപ്പെട്ടവർക്ക് മാത്രമായിട്ട് ഇന്ത്യൻ പൗരത്വം പരിമിതപ്പെടുത്തുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇന്ത്യയുടെ വ്യക്തിത്വമാണ് കാണിക്കുന്നത്, ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വമാണ് കാണിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഭരണഘടന എന്താണെന്നുള്ളൊരു ഡെഫിനിഷനും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭരണഘടനയുടെ ആധികാരികത, ഭരണഘടനയുടെ ആധികാരികത അല്ലെങ്കിൽ ദ അതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഇവിടെ ആധികാരികത എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആധികാരികത എന്ന് പറയുന്നത് ഒരു ഭരണഘടനയുടെ സ്വീകാര്യത, അത് എത്രത്തോളം സ്വീകാര്യമാണ് എന്നാണ് അവിടെ ഭരണഘടനയുടെ ആധികാരികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഈ ടേം കാണുമ്പോഴേ, ആധികാരിക എന്നുള്ള ടേം കാണുമ്പോൾ ആർക്കും ചിലപ്പോൾ മനസ്സിലാവില്ല അവിടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ ആധികാരികത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണഘടന എത്രത്തോളം സ്വീകാര്യമാണെന്നാണ് അർത്ഥം. അപ്പൊ ആദ്യം തന്നെ അവിടെ എന്താണ് ഭരണഘടന എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റിസ് എന്താണ് ഭരണഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലോ ഓഫ് ലാൻഡ്, ലോ ഓഫ് ലാൻഡ് എന്ന് പറയാം. ഒരു ഭൂമിയുടെ നിയമം, അല്ലെ, ഒരു രാജ്യത്തിന്റെ നിയമം ആണെന്ന് പറയാം. ഒരു രാജ്യത്തെ പരമോന്നത നിയമ സംഹിതയാണ് ഭരണഘടന എന്ന് പറയാം. അല്ലെ, ഒരു രാജ്യത്തിന്റെ പരമോന്നതമായിട്ടുള്ള നിയമസംഹിത. കാരണം എല്ലാ നിയമങ്ങളുടെയും ഒറിജിൻ എവിടെ നിന്നാണ്? അത് ഭരണഘടനയാണ്. എല്ലാ നിയമങ്ങളും എവിടെ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്? അത് നമ്മുടെ ഭരണഘടനയിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. എല്ലാ നിയമങ്ങളുടെയും പേര് എവിടെ കിടക്കുന്നുണ്ട്? നമ്മുടെ ഭരണഘടനയിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോ ഓഫ് ലാൻഡ് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പരമോന്നതമായിട്ടുള്ള നിയമസംഹിതയാണ് ഭരണഘടന എന്ന് നമുക്ക് പറയാം. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന് ഭരണഘടനയ്ക്ക് കുറച്ചൊരു ഡെഫിനിഷൻ ആയിട്ട് നൽകിയിട്ടുണ്ട്. ഞാൻ അതൊന്ന് വായിക്കാം, ആ ഡെഫിനിഷൻ എന്താണെന്നുള്ളത്. രാഷ്ട്രത്തെക്കുറിച്ച് ഒട്ടേറെ വകുപ്പുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രമാണമാണ് മിക്ക രാജ്യങ്ങളിലെയും ഭരണഘടന. രാഷ്ട്രത്തിനെ കുറിച്ചിട്ടുള്ള ഒട്ടേറെ വകുപ്പുകൾ ഉൾക്കൊള്ളുന്ന, അല്ലെ, കുറെ ആർട്ടിക്കിൾസ് അല്ല എല്ലാത്തിലും വരുന്നത്, വകുപ്പുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രമാണമാണ് മിക്ക രാജ്യങ്ങളിലെയും ഭരണഘടന. രാഷ്ട്രം എങ്ങനെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നും എന്ത് നിയമങ്ങളാണ് അത് പിന്തുടരേണ്ടത് എന്നും വ്യക്തമാക്കുന്നു. ശരിയല്ലേ? ഇന്ത്യയുടെ ഭരണഘടന അങ്ങനെ തന്നെയല്ലേ? ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള രാഷ്ട്രം എങ്ങനെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ ഈസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്, അങ്ങനല്ലേ പറഞ്ഞു? ഇന്ത്യ ഈസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നല്ലേ? അപ്പൊ ഒരു രാഷ്ട്രം എങ്ങനെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നും എന്ത് നിയമങ്ങളാണ് ആ രാഷ്ട്രം പിന്തുടരുന്നത് എന്നും അത് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ബ്രിട്ടനിൽ എഴുതപ്പെട്ട ഭരണഘടന ഇല്ല എന്ന് അറിയാലേ നമുക്ക്. എഴുതപ്പെട്ട ഭരണഘടന ഇല്ല, പക്ഷെ ഭരണഘടന ഇല്ല, അവിടെ ഭരണഘടനയുണ്ട്. കാരണം അവിടുത്തെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു കൂട്ടം തീരുമാനങ്ങളും ഒരു കൂട്ടം പ്രമാണങ്ങളെയും ഒരുമിച്ചാണ് ഭരണഘടന എന്ന് പറയുന്നത്. ബ്രിട്ടനിലെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു കൂട്ടം പ്രമാണങ്ങളും ഒരു കൂട്ടം തീരുമാനങ്ങളുമാണ്. അവർ പിന്തുടരുന്ന ഒരു കൂട്ടം പ്രമാണങ്ങളും ഒരു കൂട്ടം തീരുമാനങ്ങളെ ഒരുമിച്ചിട്ടാണ് അവർ ഭരണഘടന എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചുമതലകൾ നിർവഹിക്കുന്ന ഒരു പ്രമാണത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രമാണത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഭരണഘടന എന്ന് വിളിക്കാം. അപ്പൊ ഭരണഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാഷ്ട്രം എന്താണെന്ന് വ്യക്തമാക്കണം. അതുപോലെ തന്നെ ആ രാഷ്ട്രം പിന്തുടരുന്ന നിയമങ്ങളും വ്യക്തമാക്കണം. അങ്ങനെ വ്യക്തമാക്കുന്ന പ്രമാണങ്ങളെയും തീരുമാനങ്ങളെയും, നമുക്ക് ഒരു കൂട്ടം പ്രമാണത്തെയും ഒരു കൂട്ടം തീരുമാനത്തെയും വേണമെങ്കിലും എന്തെന്ന് പറയാം? ഭരണഘടന എന്ന് വിളിക്കാം. അവിടെ ഈ ചുമതലകളെല്ലാം നിർവഹിക്കണം. ഈ ചുമതലകളെല്ലാം നിർവഹിക്കുന്ന
ഒരു പ്രമാണത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രമാണത്തെ നമുക്ക് ഭരണഘടന എന്ന് വിളിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആധികാരികത. ഇന്ത്യൻ ഭരണഘടനയുടെ ആധികാരികത എന്താണ്? ഈ ആധികാരികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഭരണഘടനയുടെ സ്വീകാര്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഒരാൾ ഒരു കാര്യം ചെയ്യാൻ പറയാണ്, ആ പറഞ്ഞ കാര്യം നമുക്ക് ചെയ്യാൻ തോന്നണം അല്ലെ, എങ്കിൽ നമുക്ക് എന്താണ് ആ പറഞ്ഞത് നമുക്ക് സ്വീകാര്യമായിരിക്കണം, ആക്സെപ്റ്റബിൾ ആയിരിക്കണം അല്ലെ, നമുക്കും കൂടി അത് ശരിയാണെന്ന് തോന്നണം. നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകും ഒരിക്കലും ഇല്ല അല്ലെ. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും, ഇന്ത്യ മഹാരാജ്യത്തുള്ള ഇത്ര അധികം ജനങ്ങൾക്കും, ഓരോ ജനങ്ങൾക്കും അത് സ്വീകാര്യമായിരിക്കണം, അവർക്കത് ആക്സെപ്റ്റബിൾ ആയിരിക്കണം, വേണ്ടേ? അവർക്കത് ഓക്കെ ആയിരിക്കണം. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തങ്ങളുടെ കൂടി അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്, എല്ലാ ജനങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്നുണ്ട് എന്നെല്ലാവർക്കും തോന്നണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്വീകാര്യതയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഇത്രമാത്രം സ്വീകാര്യമായി തീർന്നത് അല്ലെ. ഇത്ര വലിയൊരു ബുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അതിലെല്ലാതും എല്ലാ ജനങ്ങളും ഒരുപോലെ ഇന്ത്യൻ ഭരണഘടനയെ പിന്തുടരുന്നു. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും അല്ലെ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ ഇതിനു മുമ്പ് ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും തന്നെ നിലനിന്നിട്ടില്ല. ഇപ്പൊ നമ്മുടെ യൂറോപ്യൻ യൂണിയൻ ഉണ്ട്, അവര് ചേർന്നിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അത് സ്വീകാര്യമല്ലാതെ തകർന്നു പോകാണ് ഉണ്ടായത്. അതുപോലെ തന്നെ നേപ്പാൾ രാജാവ് ഒരു 5ഓളം ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 5 ഭരണഘടനയും സ്വീകാര്യമല്ലാതെ തകർന്നുപോയി. അവസാനമാണ് പിന്നീട് 2015 ഈ നേപ്പാളിന് ഒരു പുതിയൊരു ഭരണഘടന അവർ ഉണ്ടാക്കുന്നത്. അപ്പൊ വെറുതെ കുറെ കാര്യങ്ങൾ നിയമങ്ങളൊക്കെ എഴുതി വെച്ചതുകൊണ്ടും നിർവചനങ്ങൾ നൽകിയതുകൊണ്ടും ഒരിക്കലും ഒരു ഭരണഘടന സ്വീകാര്യമാവില്ല. അത് എല്ലാ ജനങ്ങൾക്കും അത് സ്വീകാര്യമാകാൻ എന്തെങ്കിലും ഒരു കാരണം അവിടെ ഉണ്ടാവണം അല്ലെ. ആ കാരണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അതിന്റെ പ്രഖ്യാപന രീതി എന്നുള്ളതാണ്. പ്രഖ്യാപന രീതി അതായത് ഈ ഭരണഘടന ആരാണ് തയ്യാറാക്കിയതെന്നും അവർക്കത് ഉണ്ടാക്കാൻ എത്രമാത്രം അധികാരമുണ്ട് എന്നുള്ള കാര്യം അല്ലെ. ഇപ്പം നമ്മൾ പറഞ്ഞു രാജഭരണം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് രാജാവാം ചിലപ്പോൾ അതുണ്ടാക്കുന്നത്, പട്ടാള ഭരണം നിലനിൽക്കുന്ന സ്ഥലത്ത് പട്ടാളമായിരിക്കാം ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന ഭരണഘടന എല്ലാവർക്കും സ്വീകാര്യമായിരിക്കുമോ? ആകണമെന്നില്ല അല്ലെ. പക്ഷെ ഇന്ത്യയിലെ ഭരണഘടന ആരാണ് ഉണ്ടാക്കിയത്? ഇന്ത്യയിലെ ഭരണഘടന ഉണ്ടാക്കിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയവരാണ് അല്ലെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ നമ്മളുടെ ബ്രിട്ടീഷുകാരോട് പൊരുതിയവരാണ് നമുക്ക് ഭരണഘടന ഉണ്ടാക്കി തന്നത്. അവർ നമുക്ക് ഓൾറെഡി സ്വീകാര്യമായിട്ടുള്ള നേതാക്കളാണ്. ഇന്ത്യയിലെ ഓരോ ജനങ്ങളും നെഞ്ചിലേറ്റിയ ദേശീയ പ്രസ്ഥാനത്തിലെ നേതാക്കൾ ചേർന്നിട്ടാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയത് അല്ലെ. ഗാന്ധിജി നമ്മുടെ ഭരണഘടന നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ നെഹ്റു, അതുപോലെ തന്നെ രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ എന്നിപ്പോൾ തുടങ്ങുന്ന എല്ലാവരും നമ്മുടെ സ്വീകാര്യമായിട്ടുള്ള നേതാക്കളായിരുന്നു. അത് തന്നെയാണ് ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞത്. ഭരണഘടന തയ്യാറാക്കിയ വ്യക്തികളുടെ പൊതുസമ്മതി അല്ലെ, എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയത്. ഭരണഘടനയുടെ വിജയസാധ്യത ഒരു പരിധിവരെ ഇത് ഉറപ്പാക്കുന്നുണ്ട് ഇല്ലേ. കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന നേതാക്കളാണ്, നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നവരാണ്. അവർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെല്ലാം തന്നെ മഹത്തായിരുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടാക്കുന്ന ഭരണഘടനയും തീർച്ചയായിട്ടും മൂല്യമുള്ളതായിരിക്കുമെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് പരിപൂർണ വിശ്വാസം ഉണ്ടായിരുന്നു. അതാണ് പ്രഖ്യാപന രീതി എന്നതുകൊണ്ട് പറയുന്നത്. ആരാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയത്, അവർക്ക് എത്രമാത്രം ഈ ഭരണഘടന ഉണ്ടാക്കാനുള്ള അധികാരമുണ്ടായിരുന്നു എന്നുള്ളത് ഭരണഘടനയുടെ സ്വീകാര്യതയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭരണഘടനയിലെ വ്യവസ്ഥകൾ എന്നുള്ളതാണ്. ഭരണഘടന ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥകൾ, പ്രൊവിഷൻസ്. അതായത് നമ്മുടെ ഭരണഘടനയിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. ഇതെല്ലാതും എല്ലാവർക്കും ഒരുപോലെ ഒത്തുപോകാൻ പറ്റുന്നതായിരിക്കണം. ചില സമുദായക്കാർക്ക് ഒത്തുപോകാൻ പറ്റാത്ത, ചില മതവിഭാഗക്കാർക്ക് ഒത്തുപോകാൻ പറ്റാത്തതും അങ്ങനത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ സമ്മതിക്കും. ഇപ്പൊ ഗോത്രവർഗക്കാരുടെ അവകാശങ്ങളൊന്നും തന്നെ സംരക്ഷിക്കുന്നില്ല, അവരെ ഈ ഭരണഘടനയിൽ ഒരു പരിഗണനയും നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ കുറച്ചു കാലം ചെല്ലും തോറും ഇവരിതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കാനും അവരുടെ പ്രതിഷേധം അറിയിക്കാനും ശ്രമിക്കും ഇല്ലേ. നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് നികുതി അടിച്ചേൽപ്പിച്ചു. ഒട്ടും ആ സമൂഹത്തെ ആ കാലത്ത് ഏറ്റവും താഴേക്കിടെ അത്രത്തോളം പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരായിരുന്നു കർഷകരും ഗോത്രവർഗക്കാരും. പക്ഷെ അവരും പ്രതികരിച്ചു അതിനോട് ഇല്ലേ. അതുപോലെ തന്നെ ഇവിടെ അയിത്തം നിലനിന്നിരുന്നു.
അപ്പൊ അയിത്തം നിലനിന്നിരുന്നു എന്ന് പറയുമ്പോൾ ഈ താഴ്ന്ന ജാതിക്കാരെന്ന് പറയുന്ന ഈ പുലയരും പറയരും എന്നൊക്കെ പറയണത് പേടിച്ച് ഈ ബ്രാഹ്മണന്മാരെ മേൽജാതിക്കാരെ പേടിച്ച് ജീവിച്ചിരുന്നതാണ്. പക്ഷെ എന്നിട്ടും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവര് പ്രതികരിച്ചു ഇല്ലേ? അപ്പൊ എന്നും ഒരു സമൂഹം പ്രതികരിക്കാതിരിക്കില്ല. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയില് അവർക്ക് അവകാശങ്ങൾ നൽകിയിട്ടില്ല, അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു കാലം വരുമ്പോൾ അവർ പ്രതികരിക്കും ഇല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയിലുള്ള വ്യവസ്ഥകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒത്തുപോകാൻ പറ്റുന്നതായിരിക്കണം, എല്ലാവരുടെയും അവകാശങ്ങൾ ഒരുപോലെ സംരക്ഷിക്കുന്നതായിരിക്കണം. അങ്ങനെയുള്ള ഭരണഘടന തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ റീസൺ അതാണ്. നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഒത്തുപോകാനുള്ള കാരണങ്ങൾ അതിലുണ്ട്. ഇന്ത്യൻ ഭരണഘടന സമ്പൂർണ്ണമായിട്ടുള്ള നീതി നടപ്പിലാക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? ഒരു ഭരണഘടനയ്ക്കും അങ്ങനെ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള നീതി നടപ്പിലാക്കാൻ സാധ്യമല്ല. പക്ഷെ അത് അടിസ്ഥാന നീതിയെങ്കിലും, ഓരോ വിഭാഗത്തിനും വേണ്ട അടിസ്ഥാന നീതിയെങ്കിലും നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തത് സന്തുലിതമായിട്ടുള്ള സ്ഥാപന രൂപരേഖ. സന്തുലിതമായിട്ടുള്ള സ്ഥാപന രൂപരേഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ഭരണഘടനയെ അട്ടിമറിക്കുന്നത് മിക്കപ്പോഴും അവിടുത്തെ ജനങ്ങളായിരിക്കില്ല. മിക്ക ഭരണഘടനകളും ഇന്ന് വരെ തകർന്നു പോയിട്ടുള്ള മിക്ക ഭരണഘടനകളും തകരാനുള്ള കാരണം മിക്കപ്പോഴും അവിടുത്തെ ജനങ്ങളല്ല, പിന്നെന്താണ്? ഏതെങ്കിലും ഒരു വിഭാഗം അവരുടെ അധികാരം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ഏതെങ്കിലും ഇപ്പൊ പട്ടാളമാണെന്ന് വിചാരിക്കുക, പട്ടാളം അവരുടെ അധികാരം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, രാജാവിന്റെ അധികാരം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ പ്രസിഡന്റ് അധികാരം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗം അവരുടെ അധികാരം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് വഴിയാണ് അവിടുത്തെ ഭരണകൂടവും ഭരണഘടനയും തകർന്നു പോയിട്ടുള്ളത്. ഇന്നോളം ഉള്ള എക്സാമ്പിളുകൾ, ഇന്നോളം സംഭവിച്ചിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മിക്ക സ്ഥലങ്ങളിലും മിക്ക രാജ്യങ്ങളിലെയും ഭരണഘടന തകർന്നു പോകാനുള്ള കാരണം ഒരിക്കലും ജനങ്ങളായിരുന്നില്ല. പിന്നെന്തായിരുന്നു? അവിടുത്തെ അധികാരികൾ തന്നെ അവരുടെ ഏതെങ്കിലും ഒരു വിഭാഗക്കാർ അവരുടെ അധികാരം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചതാണ് അവരുടെ ഭരണഘടന അട്ടിമറിക്കപ്പെടാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാത്തിനും സന്തുലിതമായിട്ടുള്ളൊരു സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ നിയമനിർമ്മാണ സഭയ്ക്കും കാര്യനിർവഹണ വിഭാഗത്തിനും നീതിന്യായ വിഭാഗത്തിനും അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും എല്ലാം തുല്യമായിട്ടുള്ള ഒരു പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഇല്ലേ? നമ്മളുടെ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിന് സ്വതന്ത്ര ചുമതലകൾ നൽകിയിട്ടാണ്, ഒരിക്കലും ഗവൺമെന്റിനോട് ചേർത്തിട്ടല്ല, അതിന് സ്വതന്ത്ര ചുമതലകൾ നൽകിയിരിക്കുന്നു. നമ്മുടെ നീതിന്യായ വിഭാഗം അതിന് സ്വതന്ത്ര ചുമതലകൾ നിർവഹിച്ചിരിക്കുന്നു അല്ലെ? അപ്പൊ ഇതെല്ലാത്തിനും സന്തുലിതമായിട്ടുള്ള ഒരു സ്ഥാനങ്ങളാണ് നമ്മുടെ ഭരണഘടനയിൽ വിഭജിച്ച് നൽകിയിട്ടുള്ളത്. സന്തുലിതമായിട്ടുള്ള ഒരു അധികാരമാണ് നമ്മുടെ ഭരണഘടന ഈ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ വിഭജിച്ച് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ്? ഒരു സ്ഥാപനം ഈ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റ് സ്ഥാപനം അതിനെ നിയന്ത്രിക്കും അല്ലെ? ഇപ്പൊ നിയമനിർമ്മാണ സഭ ഒരു പുതിയ നിയമം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇന്ത്യൻ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ റെസ്ട്രിക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നീതിന്യായ വിഭാഗം അവിടെ വന്ന് ഇടപെടും. ഒരു വിഭാഗം ഇപ്പൊ നമ്മുടെ കാര്യനിർവഹണ വിഭാഗം നമ്മുടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ഇടപെടും ഇല്ലേ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഈ എല്ലാത്തിനും എല്ലാ അധികാരങ്ങളും തുല്യമായിട്ടാണ് വീതിച്ച് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു സ്ഥാപനം ഭരണത്തെ അട്ടിമറിക്കാനും ഭരണഘടനയെ അട്ടിമറിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥാപനം അവിടെ ഇടപെടുകയും നിയന്ത്രിക്കുകയും ചെയ്യും. കാര്യം മനസ്സിലായില്ലേ? സന്തുലിതമായിട്ടുള്ളൊരു സ്ഥാപന രൂപരേഖയാണ് നമ്മുടെ ഭരണഘടന നൽകിയിട്ടുള്ളത്. സാധാരണയായിട്ട് ഭരണഘടന അട്ടിമറിക്കുന്നത് ജനങ്ങളല്ല, മറിച്ച് തങ്ങളുടെ അധികാരം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഭരണഘടന അധികാരം വിഭജിച്ചു നൽകുന്നു. അധികാരം വിഭജിച്ചു നൽകുന്നു. അതിലൂടെ ഭരണഘടനയെ അട്ടിമറിക്കപ്പെടില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഇനി അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡും അതിൻ്റെ ഒപ്പം തന്നെ ഫ്ലെക്സിബിളും ആണെന്നുള്ള കാര്യം. നമ്മുടെ ഭരണഘടന റിജിഡും ആണ്, അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ്. റിജിഡ് ആണെന്ന് പറയാൻ, ദൃഢതയുള്ളതാണെന്ന് പറയാൻ കാരണം എന്താണ്? നമുക്കറിയാലേ നമ്മുടെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ പോലുള്ള ഭാഗങ്ങൾ അങ്ങനെ തോന്നിയ പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, അമെൻഡ് ചെയ്യാൻ, ഭേദഗതി വരുത്താൻ പറ്റില്ല. അതിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഭേദഗതി വരുത്താം, പക്ഷെ എന്താണ്, അതിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്താതെ അല്ലെ, അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നും തന്നെ മാറ്റം വരാതെ വേണം ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട്. അതും എന്ത് വേണം? സ്പെഷ്യൽ മെജോറിറ്റി വേണം, പ്രത്യേക ഭൂരിപക്ഷം വേണം, അതുപോലെ പ്രസിഡന്റ് ഒപ്പുവെക്കുകയും വേണം അല്ലെ. അത്രയ്ക്കും ചില ഭാഗങ്ങൾ അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ട ഭരണഘടനയിലെ ഭാഗങ്ങൾ അത്രയും ഇതായിട്ട് തന്നെ, റിജിഡായിട്ട് തന്നെ, ദൃഢമായി തന്നെ സംരക്ഷിച്ചിട്ടുണ്ട്.
എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന ഫ്ലെക്സിബിളും ആണ്. കാരണം ഈ ഭരണഘടന ഉണ്ടാക്കുന്ന ആളുകൾക്കറിയാം ഇത് കാലാനുസൃതമായിട്ട് ഇതിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും അല്ലെ. കാലാനുസൃതമായിട്ട് ഇതിൽ മാറ്റങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവരണം. വേണ്ടേ? നമ്മൾ ആദ്യമൊക്കെ സംവരണം നൽകിയിട്ടുണ്ട്, പിന്നെ ഈ സംവരണം തുടർന്നു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ആ സംവരണം എടുത്തു കളയണം. അപ്പൊ അത് മാറ്റം വരുത്തണമെങ്കിൽ അമെൻമെന്റ് വേണം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സംവരണം കൂട്ടണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ അമെൻമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. ആദ്യം നമ്മുടെ ഭരണഘടന വരുന്ന സമയത്ത് 21 വയസ്സായിരുന്നു നമ്മുടെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ വയസ്സ് എന്ന് പറയുന്നത് 21 വയസ്സാണ്. 21 വയസ്സ് എത്തിയ ഒരാൾക്കാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ 21 അത് കുറച്ച് 18 വയസ്സാക്കി കൊണ്ടുവന്നു അല്ലെ. ഇത്തരത്തിൽ കാലോചിതമായിട്ട് പല മാറ്റങ്ങളും ഇല്ലേ. സ്വത്തവകാശം നമ്മൾ ആദ്യം മൗലികാവകാശത്തിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്, പിന്നീട് അത് മൗലികാവകാശത്തിൽ നമ്മൾ മാറ്റിയില്ലേ. വെറും ഒരു നിയമാവകാശം മാത്രമാക്കി മാറ്റി. ആദ്യം സ്വത്തവകാശം മൗലികാവകാശമായിരുന്നു, പിന്നീട് അത് നിയമാവകാശമാക്കി മാറ്റി. ഇത്തരത്തിൽ കാലോചിതമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും എന്ന് ആർക്കറിയാം? ഈ ഭരണഘടന നിർമ്മാതാക്കൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവരെന്താണ് ഇത് അമെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസും അല്ലെ, അമെൻഡ് ചെയ്യാനുള്ള വ്യവസ്ഥകളും എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒരേ സമയം ഒരു കാലോചിതമായിട്ട് മാറ്റം വരുത്താൻ സാധിക്കാത്ത ഒരു ഭരണഘടനയ്ക്ക് നിലനിൽപ്പുണ്ടോ? ഒരു ഭരണഘടന ഒരിക്കലും അമെൻഡ് ചെയ്യാൻ പാടില്ല, ഈ ഭരണഘടന ഒരിക്കലും അമെൻഡ് ചെയ്യാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭരണഘടനയ്ക്ക് നിലനിൽപ്പുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. കാരണം കാലോചിതമായിട്ട് തീർച്ചയായിട്ടും മാറ്റങ്ങൾ കൊണ്ടുവരണം. അതേപോലെ തന്നെ എന്താണ്, തോന്നിയ പോലെ മാറ്റം വരുത്താം. ആർക്ക് വേണമെങ്കിലും വന്നിട്ട് അതിൽ മാറ്റം വരുത്താന്നുണ്ടെങ്കിൽ അതിന് നിലനിൽപ്പുണ്ടോ? ഒരിക്കലും അതിനും നിലനിൽപ്പുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടന റിജിഡുമാണ്, ഫ്ലെക്സിബിളുമാണ്. ഇതും നമ്മുടെ ഭരണഘടനയുടെ സ്വീകാര്യതയെ നിലനിർത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തൊക്കെയാണ്? ഒന്നാമത്തത് പ്രഖ്യാപന രീതി. ആരാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയത്, അവർക്ക് അതിനുള്ള എത്രമാത്രം അധികാരമുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിലെ നേതാക്കളാണ്. അവർക്ക് ഇതിന് ജനങ്ങളുടെ സ്വീകാര്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കിയ ഭരണഘടനയും ജനങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു എന്നുള്ള കാര്യം. രണ്ടാമത്, ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥകൾ. നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥകൾ എല്ലാ വിഭാഗത്തിനും, എല്ലാ മതവിഭാഗത്തിനും, എല്ലാ മേഖലയിൽപ്പെട്ടവർക്കും ഒരുപോലെ സ്വീകാര്യമായിരുന്നു. എല്ലാവരുടെയും അവകാശങ്ങൾ ഒരുപോലെ സംരക്ഷിക്കുന്ന ഭരണഘടനയായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത്. അതാണ് രണ്ടാമത്തെ കാരണം, നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്ന വ്യവസ്ഥകൾ എന്നുള്ളത്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് സന്തുലിതമായിട്ടുള്ള ഒരു സ്ഥാപന രൂപരേഖ. സന്തുലിതമായിട്ടുള്ള സ്ഥാപന രൂപരേഖ. നമ്മൾ അധികാരം കൃത്യമായിട്ട് വിഭജിച്ചാണ് നൽകിയത്. കാര്യനിർവഹണ വിഭാഗത്തിനും നിയമനിർമ്മാണ വിഭാഗത്തിനും നീതിന്യായ വിഭാഗത്തിനും അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും അധികാരം നമ്മൾ തുല്യമായിട്ട് വീതിച്ചാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനം നമ്മളുടെ ഭരണഘടനയെയോ ഭരണത്തെയോ അട്ടിമറിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥാപനം അതിനെ നിയന്ത്രിക്കും. അതാണ് സന്തുലിതമായിട്ടുള്ള സ്ഥാപന രൂപരേഖ അഥവാ ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റിജിഡുമാണ്, ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് തോന്നിയ പോലെ ഒരിക്കലും അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷെ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്കതിൽ കൊണ്ടുവരാനും സാധിക്കും. ഒരേ സമയം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് റിജിഡുമാണ്, ഫ്ലെക്സിബിളുമാണ് അല്ലെ. അവസാനത്തത് നമ്മുടെ ഭരണഘടന എത്രത്തോളം നീതിയുക്തമാണ് എന്നുള്ളതാണ്. നമ്മുടെ ഭരണഘടന എത്രത്തോളം നീതിയുക്തമാണ്, നീതി എത്രത്തോളം നടപ്പിലാക്കുന്നുണ്ടെന്നുള്ള കാര്യം. പക്ഷെ ഇതിനെക്കുറിച്ച് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടില്ല, പകരം അവസാനത്തെ അധ്യായത്തിൽ പഠിക്കാം എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അതിനുള്ള എക്സ്പ്ലനേഷൻ നൽകിയിട്ടില്ല. ഇനി അതിനുശേഷം പിന്നെ ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടത് എങ്ങനെയാണെന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ ഭരണഘടന എങ്ങനെയാണ് രൂപം കൊണ്ടതെന്ന്. നമ്മുടെ ക്യാബിനറ്റ് മിഷന്റെ പ്ലാൻ പ്രകാരമാണ്, പദ്ധതി പ്രകാരമാണ് നമ്മളിവിടെ ഭരണഘടന നിർമ്മാണ സഭയ്ക്ക് രൂപം നൽകുന്നത്. എന്നാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത്? 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ ഇവിടെ എത്തുന്നത്. അങ്ങനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി രൂപീകരിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നമ്മൾ എന്ത് ഇന്ത്യക്ക് വേണ്ടി? അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്. അത് ശ്രദ്ധിക്കുക, അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കുന്ന സമയത്ത്, ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളുടെ ഇന്ത്യ വിഭജിച്ചിട്ടില്ല. ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും പറഞ്ഞിട്ട് ഇന്ത്യനെ വിഭജിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ എന്തുണ്ടാക്കിയത്? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. എന്നാണ് രൂപം നൽകിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1946 ഡിസംബർ 6 അല്ലെ. ഡിസംബർ 6 രൂപീകരിച്ചത്. ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനം. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത്.
ഇവിടെ നമ്മൾ അറിയാത്ത പോയിന്റുകളോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇതൊക്കെ നമ്മൾ സ്ഥിരമായി PSC ചോദിക്കുന്നത്, സ്ഥിരമായി പഠിക്കുന്ന കാര്യങ്ങളാണ്. 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയതെന്നും അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കിയതെന്നും അത് രൂപീകരിച്ചത് 1946 ഡിസംബർ 6 അതിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 അല്ലെ, ഡിസംബർ 9 അതിൻ്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിൽ വെച്ചിട്ട് നമ്മൾ ആരെയാണ്, നമ്മുടെ സച്ചിദാനന്ദ സിൻഹയെ അധ്യക്ഷനായിട്ട്, താൽക്കാലിക അധ്യക്ഷനായിട്ട് സെലക്ട് ചെയ്യുന്നു അല്ലെ. JB കൃപലാനിയാണ് ആദ്യമായിട്ട് ഈ ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സച്ചിദാനന്ദ സിൻഹ ആ സമ്മേളനത്തിന് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നു. താൽക്കാലികമായിട്ടുള്ള അധ്യക്ഷസ്ഥാനമാണ്, കാരണം അദ്ദേഹമായിരുന്നു ആ സഭയിലെ ഏറ്റവും മുതിർന്ന അംഗം. അതുകൊണ്ടാണ് അദ്ദേഹം അതിന് അധ്യക്ഷസ്ഥാനം വഹിച്ചത്. പിന്നീട് നടന്ന സമ്മേളനത്തിൽ 1946 ഡിസംബർ 11 നടന്ന സമ്മേളനത്തിൽ നമ്മൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് സെലക്ട് ചെയ്തു അല്ലെ. ഡിസംബർ 11 നമ്മൾ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് നമ്മുടെ ആമുഖമായി തീർന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇനിയും നമ്മുടെ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ എങ്ങനെയാണ് തെരഞ്ഞെടുത്തതെന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തിട്ടാണ് അല്ലെ ഈ സഭ രൂപീകരിക്കുന്നതും ഈ ഡിസംബർ 9 ആദ്യത്തെ മീറ്റിംഗ് കൂടുന്നതും. അപ്പൊ എങ്ങനെയാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ്. പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങൾ നേരിട്ടല്ല തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതിന് പകരം നമ്മുടെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ ആക്ട് പ്രകാരം ഇവിടെ 1937 ഓൾറെഡി ഒരു ഇലക്ഷൻ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഇലക്ഷൻ നടന്നിട്ട് ഇവിടെ പ്രവിശ്യ നിയമനിർമ്മാണ സഭകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ പ്രവിശ്യയിലും പ്രവിശ്യ നിയമനിർമ്മാണ സഭകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു ഇലക്ഷൻ നടത്തുക എന്നുള്ളത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമൊന്നല്ല. കുറച്ച് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് വീണ്ടും ഒരു ഇലക്ഷൻ സംഘടിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഓൾറെഡി ഇലക്ഷൻ നടന്നിട്ട് ഒരു പ്രവിശ്യ നിയമനിർമ്മാണ സഭകളുണ്ട്. എല്ലാ പ്രവിശ്യകളിലും, ബ്രിട്ടീഷ് പ്രവിശ്യകളിലും നിയമനിർമ്മാണ സഭകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സഭകളിൽ നിന്നുമാണ് നമ്മൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്നത്. ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്നും അതുപോലെ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് ഉണ്ട്. ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് ഇവിടെ നിന്നും മാത്രമാണ് എലക്ഷനിൽ കൂടെ തെരഞ്ഞെടുത്തത്. അതായത് ഓൾറെഡി ഉള്ള നിയമനിർമ്മാണ സഭകളിൽ നിന്നും തെരഞ്ഞെടുത്തത്. എന്നാൽ നാട്ടുരാജ്യങ്ങളുണ്ട്. ഇവിടെ പിന്നെയും നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാമനിർദ്ദേശം ഇത് കൂടി ആലോചിച്ചിട്ട് ഒരാളെ നാമനിർദ്ദേശം ചെയ്യാൻ പറ്റും. നാമനിർദ്ദേശം വഴിയാണ് നാട്ടുരാജ്യങ്ങളിൽ നിന്നും എവിടേക്ക് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ആളുകളെ തെരഞ്ഞെടുത്തത്. അപ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്നും അതുപോലെ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസിൽ നിന്നും മാത്രമാണ്. നാട്ടുരാജ്യങ്ങളിൽ നിന്നും നാമനിർദ്ദേശം വഴിയാണ് തെരഞ്ഞെടുത്തിരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഇനി ഈ നമ്മൾ പറഞ്ഞു ഈ ബ്രിട്ടീഷ് പ്രവിശ്യയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഓൾറെഡി അവിടെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് എങ്ങനെയുള്ള തെരഞ്ഞെടുപ്പായിരുന്നു? അത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ആയിരുന്നില്ല ഒരിക്കലും. അതായത് നമ്മൾ ഇപ്പൊ പറയുന്നത് പോലെ 18 വയസ്സ് തികഞ്ഞില്ല, അല്ലെങ്കിൽ അന്ന് 21 വയസ്സ് തികഞ്ഞവർക്കെല്ലാം വോട്ട് ചെയ്യാം. അങ്ങനെ ഒരു സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെയല്ല അന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. പകരം ഈ ടാക്സ്, നമ്മൾ ഇതിലേക്ക് ടാക്സ് കൊടുക്കൂലേ, നികുതിപ്പണം കൊടുക്കുമല്ലോ. ഈ നികുതിപ്പണത്തിന്റെ അടിസ്ഥാനത്തിലും അവരുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് വോട്ടവകാശം നിശ്ചയിച്ചിരുന്നത്. ഇപ്പൊ ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 21 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും ജാതി മത വ്യത്യാസം ഒന്നുമില്ലാതെ എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടായിരുന്നു അല്ലെ. ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ നിലവിൽ 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അന്ന് അങ്ങനെ ആയിരുന്നില്ല. പകരം അവർ നികുതി അടയ്ക്കുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയും അവരുടെ വരുമാനത്തിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് വോട്ടവകാശം നിശ്ചയിച്ചിരുന്നത്. അതുകൊണ്ട് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് എലക്ഷൻ നടന്നിരുന്നത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അത് തെറ്റാണ്. ഒരിക്കലും പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല, സാർവത്രിക
വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല അന്ന് തെരഞ്ഞെടുപ്പ് നടന്നത് എന്നുള്ള കാര്യം അവിടെ ഓർത്തിരിക്കണം. അങ്ങനെ ഓൾറെഡി തെരഞ്ഞെടുത്ത ഈ പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിൽ നിന്നും ജനസംഖ്യ ആനുപാതികമായിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ആളുകളെ സെലക്ട് ചെയ്തത്. അപ്പൊ ജനസംഖ്യ ആനുപാതികമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം ആളുകൾക്ക് ഒരു പ്രതിനിധി 10 ലക്ഷം ആളുകൾക്ക് ഒരു പ്രതിനിധി എന്നുള്ള രീതിയിലാണ് തെരഞ്ഞെടുത്തത്. ഇനി അതുപോലെ തന്നെ ഇവിടെ സീറ്റ് സംവരണം ഉണ്ടായിരുന്നു. സീറ്റ് സംവരണം സിഖ് മുസ്ലിം പൊതുവിഭാഗം എന്നാണ് സംവരണം നൽകിയിരുന്നത്. സിഖ് മുസ്ലിം പൊതുവിഭാഗം. അപ്പോൾ നമ്മൾ വിചാരിക്കും, അപ്പോൾ സിഖുകാർക്കും മുസ്ലിങ്ങൾക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഹിന്ദുക്കൾക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കും. പാഴ്സി അങ്ങനെ പല മതക്കാരുണ്ടായിരുന്നു അല്ലേ. ഈ ഹിന്ദു, പാഴ്സി അങ്ങനെയുള്ള ബാക്കി ബുദ്ധ അങ്ങനത്തെ ബാക്കി മതങ്ങളൊക്കെ ഈ പൊതുവിഭാഗം ജനറൽ എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പം സിഖ് മുസ്ലിം പൊതുവിഭാഗം ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് വോട്ട് വീതിച്ച് നൽകിയിരുന്നത്. ഈ ജനറൽ എന്നുള്ള വിഭാഗത്തിലാണ് ബാക്കിയുള്ളതൊക്കെ പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മതവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ലഭിച്ചിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അത് ശരിയാണ്. കാരണം ഈ ജനറൽ എന്നുള്ള വിഭാഗത്തിൽ ബാക്കി മതവിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എല്ലാ മതവിഭാഗത്തിനും തുല്യ പ്രാതിനിധ്യം ലഭിച്ചിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, 3 തിരിച്ചത്. 3 സംവരണ സീറ്റുകളാണ്. ഒന്ന് മുസ്ലിം, പിന്നെ ഒന്ന് സിഖ്, പിന്നെ പൊതുവിഭാഗം. അപ്പൊ ഈ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവർക്ക് മുസ്ലിം പ്രതിനിധിയെ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും അവർക്ക് പോയിട്ട് സിഖുകാരന് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഈ 10 ലക്ഷം മുസ്ലിങ്ങൾക്ക് ഒരു മുസ്ലിം പ്രതിനിധിയെ സെലക്ട് ചെയ്യാം. 10 ലക്ഷം സിഖുകാർക്ക് അവരുടെ ഒരു സിഖ് പ്രതിനിധിയെ സെലക്ട് ചെയ്യാം. അതുപോലെ 10 ലക്ഷം പൊതുവിഭാഗത്തിൽ നിന്നുള്ള 10 ലക്ഷം പേർക്ക് അവരുടെ ഒരു പ്രതിനിധിയെ സെലക്ട് ചെയ്യാം. അല്ലാതെ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വോട്ട് ചെയ്യാനൊന്നും പറ്റില്ല. 10 ലക്ഷം മുസ്ലിം വിഭാഗക്കാർക്ക് ഒരു പ്രതിനിധിയെ അയക്കാം. അതുപോലെ 10 ലക്ഷം സിഖ് വിഭാഗക്കാർക്ക് ഒരു പ്രതിനിധിയെ അയക്കാം. മനസ്സിലായി? അങ്ങനെയാണ് സംവരണം നൽകിയിരുന്നത്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അല്ലെ. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ, ആനുപാതികമായിട്ടല്ലേ നമ്മൾ പറഞ്ഞില്ലേ, 10 ലക്ഷം പേർക്ക് ഒരു പ്രതിനിധി. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ചിട്ടാണ് അന്ന് ഇലക്ഷൻ നടന്നത്. ഇനി നാട്ടുരാജ്യങ്ങളിലെ പ്രതിനിധി കൂടിയാലോചനകളിലൂടെയാണ് തീരുമാനിച്ചിരുന്നത്. നാട്ടുരാജ്യങ്ങളിലുള്ള പ്രതിനിധികളെ കൂടിയാലോചനകളിലൂടെ, നാമനിർദ്ദേശത്തിലൂടെയാണ് സെലക്ട് ചെയ്തെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പിന്നീട് എക്സ്ട്രാ നമ്മളുടെ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്ത് ഇലക്ഷൻ ആയിരുന്നു? പരോക്ഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. കാരണം ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യല്ല ചെയ്തത്. അതിന് പകരം ജനങ്ങൾ ഓൾറെഡി തെരഞ്ഞെടുത്ത് വെച്ചിരുന്ന ഈ പ്രവിശ്യ നിയമനിർമ്മാണ സഭയിൽ നിന്നാണ് പിന്നീട് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ആളുകളെ തെരഞ്ഞെടുത്തിരുന്നത്. അപ്പൊ ഈ പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലേക്ക് നമ്മുടെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1937 ഓൾറെഡി ഇലക്ഷൻ നടന്നിട്ടുണ്ട്. ആ ഇലക്ഷനിൽ കൂടി ഈ പ്രവിശ്യ നിയമനിർമ്മാണ സഭ, ഭരണഘടനാ നിർമ്മാണ സഭ അല്ല കേട്ടോ, പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലേക്ക് ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്ത് ബേസിലായിരുന്നു? ഒരിക്കലും സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. അതായത് 18 വയസ്സ് തികഞ്ഞവർക്ക് അല്ലെങ്കിൽ 21 വയസ്സ് തികഞ്ഞവർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാം എന്നുള്ളൊരു നിബന്ധനയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല. പകരം നികുതി നൽകുന്നതിന്റെയും വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരുന്നു അന്ന് വോട്ട് നടന്നിരുന്നത്. അപ്പൊ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ടെടുപ്പ് നടന്നത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അത് തെറ്റാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. പിന്നെ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് ഓരോ പ്രവിശ്യയ്ക്കും അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങൾക്കും. ഇപ്പോൾ ഒരു നാട്ടുരാജ്യത്തിൽ നിന്നും അത്രയധികം ആളുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ 2-3 നാട്ടുരാജ്യങ്ങൾ ചേർന്നിട്ട് ഒരു പ്രതിനിധിയെ അയക്കാൻ പറ്റും. അപ്പം ജനസംഖ്യ ആനുപാതികമായിട്ടാണ് ഓരോ പ്രവിശ്യകൾക്കും ഓരോ നാട്ടുരാജ്യത്തിനും സീറ്റ് അനുവദിച്ചിരുന്നത്. 10 ലക്ഷം പേർക്ക് ഒരു സീറ്റ് എന്നുള്ള അനുപാതത്തിലാണ് അയച്ചിരുന്നത്. ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ മുസ്ലിം സിഖ് പൊതുവിഭാഗം, എന്നിങ്ങനെ 3 മുഖ്യ വിഭാഗങ്ങളായിട്ട് വീതിച്ചു കൊടുത്തു. എല്ലാ മതവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ലഭിച്ചു. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായമാണ് നമ്മുടെ പ്രസിഡന്റ് ഇലക്ഷനിലൊക്കെ നടക്കുന്നത്. ഈ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായമാണ്, സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റമാണ്. അതനുസരിച്ചിട്ടാണ് ഇലക്ഷൻ നടന്നത്. നാട്ടുരാജ്യങ്ങളിൽ പക്ഷേ ഇലക്ഷൻ ആയിരുന്നില്ല. അവിടെ കൂടിയാലോചനകളിലൂടെയാണ് പ്രതിനിധികളെ അയച്ചത്. അതായത് നാമനിർദ്ദേശത്തിലൂടെയാണ് അയച്ചത്. പിന്നെ ഇതിലെ എണ്ണം എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ.
ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്നും 292 പേരാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്തിയത്. 292 പേരാണ് എത്തിയത്. അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങൾക്ക് അനുവദിച്ചിരുന്ന സീറ്റ് 93 പക്ഷെ നാട്ടുരാജ്യങ്ങളിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് നാട്ടുരാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. 93 സീറ്റാണ് നാട്ടുരാജ്യങ്ങൾക്ക് അനുവദിച്ചിരുന്നത്. അതേപോലെ തന്നെ 4 സീറ്റാണ് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസിന് ഉണ്ടായിരുന്നത്. 4 സീറ്റാണ് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസിന് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളുടെ ഈ ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്നുള്ള 292 സീറ്റും ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസിൽ നിന്നുള്ള 4 സീറ്റും കൂടി മൊത്തം 296 സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 296 സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ബാക്കി 93 നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത് നാമനിർദ്ദേശം വഴിയാണ്. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ മൊത്തം 389 സീറ്റാണ് ഉണ്ടായത്. ടോട്ടൽ എത്ര സീറ്റാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്? 389. അതിൽ 292 ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്നും 93 നാട്ടുരാജ്യങ്ങൾക്കാണ് അനുവദിച്ചിരുന്നത്. 4 സീറ്റാണ് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസിന് നൽകിയിരുന്നത്. ഈ 4 സീറ്റ് നമുക്ക് പഠിക്കാൻ സുഖമാണ്. ABCD എന്ന് ഓർത്താൽ മതി. A എന്ന് പറയുമ്പോൾ അജ്മീർ, B എന്ന് പറയുന്നത് ബലൂചിസ്ഥാൻ, C എന്ന് പറയുന്നത് കൂർഗ്, D എന്ന് പറയുന്നത് ഡൽഹി. ഈ 4 എണ്ണാണ് നമ്മുടെ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് എന്ന് വെച്ചാൽ ഒന്നുമല്ല, അവിടെ കമ്മീഷണർമാരാണ് ഉണ്ടാവുക. മറ്റേ ബ്രിട്ടീഷ് പ്രവിശ്യയിൽ ഭരണം നടത്താൻ ഗവർണർമാരാണ്. ഗവർണർമാരാണ് ബ്രിട്ടീഷ് പ്രവിശ്യയിൽ ഭരണം നടത്തുന്നത് എങ്കിൽ നമ്മുടെ ഈ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് എന്ന് പറയുമ്പോൾ അവിടെ ചീഫ് കമ്മീഷണേഴ്സ് ആയിരിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ 4 എണ്ണാണ് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് ഉണ്ടായിരുന്നത്. അജ്മീർ, ബലൂചിസ്ഥാന്, കൂർഗ്, ഡൽഹി. അതാണ് ABCD. ഇങ്ങനെ മൊത്തത്തില് 389 സീറ്റാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ BR അംബേദ്കർ പറഞ്ഞ ഒരു സെന്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മുഴുവൻ വായിക്കാന്നുള്ളത് പോസിബിൾ അല്ല, നമുക്ക് ക്ലാസ് കുറെ നീണ്ടുപോകും. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ വായിക്കാം. നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യത്തെ ഒരു സാമൂഹിക ജനാധിപത്യമാക്കിയിട്ട് നാം മാറ്റേണ്ടതുണ്ട്. നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള ജനാധിപത്യത്തെ നമുക്ക് എന്താക്കി മാറ്റണം? ഒരു സാമൂഹ്യ ജനാധിപത്യമാക്കിയിട്ട് മാറ്റേണ്ടതുണ്ട്. സാമൂഹ്യ ജനാധിപത്യം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സാമൂഹ്യ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ജീവിത തത്വങ്ങളെ അംഗീകരിക്കുന്ന ഒരു ജീവിത രീതിയെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഈ 3 ജീവിത തത്വങ്ങളെ അംഗീകരിക്കുന്ന ഒരു ജീവിത രീതിയെയാണ് സാമൂഹ്യ ജനാധിപത്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സമത്വമില്ലാതെ സ്വാതന്ത്ര്യമില്ല. മനസ്സിലായ? സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ചിലരുടെ മേധാവിത്വത്തിനിടയാക്കും അല്ലെ. സമത്വമില്ലാതെ സ്വാതന്ത്ര്യം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ സമത്വമില്ല, സ്വാതന്ത്ര്യം മാത്രമെങ്കിൽ എന്താണ്? അവിടെ ചിലരുടെ മേധാവിത്വം വരും. ഇനി സ്വാതന്ത്ര്യമില്ലാതെ സമത്വം മാത്രം കൊടുത്താലോ? അപ്പൊ ആരും തന്നെ മുൻകൈ എടുക്കാതെ വരും. സ്വാതന്ത്ര്യം ഇല്ല, സമത്വമൊക്കെ ഉണ്ട്, സ്വാതന്ത്ര്യം ഇല്ല ആർക്കൊന്നിനും. അപ്പൊ ആരും തന്നെ ഒന്നിനും മുൻകൈ എടുക്കില്ല. അതുപോലെ സാഹോദര്യമില്ലാതെ സ്വാതന്ത്ര്യവും സമത്വവും സ്വാഭാവികത കൈവരില്ല. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് BR അംബേദ്കർ ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചധികം ഉണ്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യത്തെ നമുക്ക് എന്താക്കി മാറ്റണം? സാമൂഹിക ജനാധിപത്യമാക്കി മാറ്റണം. എന്താണ് ഇനി സാമൂഹിക ജനാധിപത്യം? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഈ 3 തത്വങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതിയെയാണ് സാമൂഹ്യ ജനാധിപത്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, സമത്വമില്ലാതെയുള്ള സ്വാതന്ത്ര്യം എന്താണ്? ചിലരുടെ അധികാരത്തിന്, മേധാവിത്വത്തിന് കാരണമാക്കും. ഇനി സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമാണെങ്കിലോ? സ്വാതന്ത്ര്യമില്ല പക്ഷെ സമത്വം ഉണ്ട്. അപ്പൊ എന്താണ്? ആരും തന്നെ മുൻകൈ എടുക്കൽ ഉണ്ടാകില്ല, ഒരാളും ഒന്നിനു വേണ്ടിയിട്ട് മുൻകൈ എടുക്കില്ല, സ്വാതന്ത്ര്യമില്ലല്ലോ. പിന്നെ സാഹോദര്യമില്ലാതെ സ്വാതന്ത്ര്യവും സമത്വവും സ്വാഭാവികത കൈവരിക്കില്ല. ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ BR അംബേദ്കർ ആണെന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. നമ്മുടെ NCERT ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ അതേപോലെ തന്നെ തന്നിട്ട് ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 28 അംഗങ്ങൾ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുണ്ടായിരുന്നു. പട്ടികവർഗം എന്നല്ല, പട്ടിക വിഭാഗത്തിൽ നിന്നും 28 അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നും 82% സീറ്റും നമ്മുടെ കോൺഗ്രസിനാണ് കിട്ടിയതെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. മൊത്തം ഇലക്ഷനിലെ 82% സീറ്റും കോൺഗ്രസിനാണ് കിട്ടിയത്. എല്ലാവിധ അഭിപ്രായങ്ങളെയും ഉൾക്കൊള്ളുന്ന വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവിധ അഭിപ്രായങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരുടെ അഭിപ്രായങ്ങളും ഉൾക്കൊള്ളുന്ന, അതുപോലെ വൈവിധ്യങ്ങൾ അംഗീകരിക്കുന്ന പാർട്ടിയായിരുന്നു കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ 82% സീറ്റും നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്, INCക്കാണ് കിട്ടിയത്. ഇനി നമ്മുടെ 1947 ജൂൺ 3 ജൂൺ 3 പദ്ധതി അല്ലെ, നമ്മുടെ
മൗണ്ട് ബാറ്റന്റെ ജൂൺ 3 പദ്ധതി വരുന്നു. ഈ പദ്ധതി പ്രകാരമാണ് ഇന്ത്യ വിഭജനം നടക്കുന്നത്. ഭരണഘടന അപ്പൊ ഇന്ത്യ വിഭജനം നടന്നു കഴിഞ്ഞപ്പോൾ എന്തായി? ഭരണഘടനാ നിർമ്മാണ സഭയിലെ പാകിസ്ഥാനിൽ നിന്നുള്ള അംഗങ്ങളൊക്കെ ഇതിൽ നിന്നും വിട്ടുപോയി അല്ലെ. ഇതിൽ നിന്ന് വിട്ടുപോയിട്ട് ബാക്കി അംഗസംഖ്യ 299 കുറഞ്ഞു. 299, ആദ്യം 389 ആയിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ളവർ പോയപ്പോൾ 299 കുറഞ്ഞു. വിഭജനത്തെ തുടർന്നുണ്ടായ കലാപത്തിന്റെ തീവ്രമായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽ നിന്നുകൊണ്ട് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. ശരിയല്ലേ? തീവ്രമായിട്ടുള്ള കലാപങ്ങളാണ് ഇവിടെ നടന്നിരുന്നത്. ആ സമയത്ത് വിഭജനത്തെ തുടർന്ന് ഒരുപാട് കലാപങ്ങൾ ഉണ്ടായി. ആ കലാപത്തിൽ നിന്നുകൊണ്ട് തന്നെ, അതിന്റെ തീവ്രമായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ ഭരണഘടനാ നിർമ്മാതാക്കൾ നമ്മുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. അതുകൊണ്ട് തന്നെ അവരെന്താണ്, അവിടെ കൃത്യമായിട്ട് ഒരു പുതിയ പൗരത്വത്തെ കുറിച്ച് നിർവചനം നൽകി. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പൗരത്വത്തിന് അവർ പുതിയ നിർവചനം നൽകി. എന്താണ്? ഒരിക്കലും ഒരു ഹിന്ദു മുസ്ലിം എന്നുള്ളൊരു വിവേചനമല്ല നമ്മുടെ ഇന്ത്യയിൽ പൗരത്വത്തിന് അടിസ്ഥാനം അല്ലെ. ഇവിടെ എന്ന് മുതലേ എന്ന് വരെ താമസിച്ചു, എത്ര കാലം ഇവിടെ താമസിച്ചു, പിന്നെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അവർ ഇന്ത്യൻ പൗരത്വത്തിന് എന്ത് നൽകിയത്? നിർവചനം നൽകിയത്. ഒരിക്കലും ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല അവർ ഇന്ത്യൻ പൗരത്വത്തിന് നിർവചനം നൽകിയത്. പിന്നെ നമുക്കറിയാം 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചത് അല്ലെ. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചത്. അതുപോലെ 1950 ജനുവരി 24 284 പേര് ഒപ്പുവെച്ചുകൊണ്ട് ഭരണഘടന അന്തിമമായിട്ട് പാസ്സാക്കി. 1950 ജനുവരി 24 നമ്മുടെ റിപ്പബ്ലിക്കിന് 2 ദിവസം മുമ്പ് വന്നിട്ട് അവര് 284 പേര് ഒപ്പുവെച്ചിട്ട് നമ്മുടെ ഭരണഘടന അന്തിമമായിട്ട് പാസ്സാക്കി. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന അങ്ങനെ നിലവിൽ വന്നു. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ പാഠഭാഗത്ത് കുറച്ചും കൂടിയും കാര്യങ്ങളേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ അവസാനിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഒരുപാട് തവണ സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങൾ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളല്ല, ഏറ്റവും കൂടുതൽ PSC എക്സാമിന് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തുനിന്ന് ചോദ്യം വന്നിട്ടുള്ളത് ഈ ചാപ്റ്ററിൽ നിന്നാണ്. അതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. അതുകൊണ്ടാണ് ഇത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഘടനയൊക്കെ പറഞ്ഞു അല്ലെ, എങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്തത്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും അവിടെ പ്രാതിനിധ്യം ലഭിച്ചിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. എല്ലാ വിഭാഗക്കാർക്കും, മുസ്ലിം, സിഖ് അതുപോലെ പൊതുവിഭാഗം എന്നാണ് തിരിച്ചിരുന്നത് എങ്കിലും പൊതുവിഭാഗത്തിൽ എല്ലാ മതവിഭാഗക്കാരും വരുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ മതവിഭാഗക്കാർക്കും എന്തിൽ പ്രാതിനിധ്യം ലഭിച്ചിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രാതിനിധ്യം ലഭിച്ചിരുന്നു. അപ്പൊ ഇതും എന്താണ്? ഇതും നമ്മുടെ ഭരണഘടനയുടെ ആധികാരികത അല്ലെങ്കിൽ ഭരണഘടനയുടെ സ്വീകാര്യതയ്ക്ക് ഒരു തെളിവാണ്. എല്ലാ മതവിഭാഗക്കാരും ചേർന്നാണ് ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. എല്ലാ വിഭാഗക്കാരും ചേർന്നിട്ടാണ് ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് എന്നുള്ളത് ഭരണഘടനയുടെ സ്വീകാര്യത ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ് അല്ലെ. അതേപോലെ തന്നെ ഇതിലെ ഇവര് സ്വീകരിച്ചിരുന്ന നടപടിക്രമങ്ങൾ, ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവർ സ്വീകരിച്ചിരുന്ന നടപടിക്രമങ്ങളും അതിൽ ഉയർന്നു വന്ന മൂല്യങ്ങളും, ഇതിൽ കൂടി ഉയർന്നു വന്ന മൂല്യങ്ങളും, ഇതും എന്താണ് നമ്മളുടെ ഈ ഭരണഘടനയുടെ സ്വീകാര്യതയ്ക്ക് മറ്റൊരു തെളിവായി പറയുന്നുണ്ട്. അപ്പൊ എല്ലാ വിഭാഗക്കാർക്കും പ്രാതിനിധ്യം ലഭിച്ചു എന്നുള്ളതും ഈ ഭരണഘടനാ നിർമ്മാണ സഭ സ്വീകരിച്ച നടപടിക്രമം, അത് നടപടിക്രമം നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നടപടിക്രമവും ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന മൂല്യങ്ങളും അതെല്ലാം തന്നെ ഈ ഭരണഘടനയുടെ സ്വീകാര്യത ഉറപ്പുവരുത്തുന്നുണ്ടെന്നാണ് പിന്നെ പറയുന്നതായില്ലേ. അപ്പൊ എന്തൊക്കെയാണ് നടപടിക്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പ്രധാനമായിട്ടും 8 കമ്മിറ്റികളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. അത് കൂടാതെ തന്നെ 8 കമ്മിറ്റികൾ, ഏറ്റവും പ്രധാനമായിട്ട് 8 കമ്മിറ്റികളായിട്ടാണ് തിരിച്ചിരുന്നത്. ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ആരൊക്കെയായിരുന്നു? നമ്മുടെ നെഹ്റു, അതുപോലെ അംബേദ്കർ, രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ അല്ലെ, മൗലാന ആസാദ് ഇവരൊക്കെയായിരുന്നു നമ്മുടെ ഇതിന്റെ ഏറ്റവും ടോപ്പ് അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഈ കമ്മിറ്റിയുടെ ഒക്കെ ഇവര് തമ്മിലും പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ടായിരുന്നു. നമുക്കറിയുന്നതാണ്. ഇപ്പൊ നമ്മ അംബേദ്കർ തന്നെ എടുക്കുകയാണ്, ഡോക്ടർ അംബേദ്കർ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം നമ്മളുടെ ഗാന്ധിജിയോടും INC-യോടും എതിർത്ത് നിന്നിരുന്ന ഒരാളാണ്. ഇവരുടെ INC-യുടെ തീരുമാനങ്ങളെയും ഗാന്ധിയുടെ തീരുമാനങ്ങളെയൊക്കെ കടുത്ത വിമർശകനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ INC-യും ഗാന്ധിജിയും നമ്മുടെ പട്ടികജാതിക്കാരുടെ അല്ലെ, താഴ്ന്ന വിഭാഗക്കാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്തില്ല എന്നുള്ള കടുത്ത വിമർശനം നടത്തിയിരുന്ന ആളായിരുന്നു ഡോക്ടർ അംബേദ്കർ, BR അംബേദ്കർ. നമുക്കറിയാലേ, കാരണം INC ആണെന്നുണ്ടെങ്കിൽ INC എന്ന് പറയുന്നത് ഒരു സവർണറുടെ ഒരു സഭയായിട്ടാണ്.
കണ്ടിരുന്നത്. കാരണം ആ കാലത്ത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് മിക്കവരും സവർണ വിഭാഗക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സഭയിലും ഈ സവർണരുടെ ഒരു ആധിപത്യം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ INC ഒരിക്കലും താഴ്ന്ന ജാതിക്കാരുടെ അല്ലെങ്കിൽ പട്ടികജാതിക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് നിരന്തരം വിമർശനം ഉന്നയിച്ചിരുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ഡോക്ടർ BR അംബേദ്കർ. അപ്പൊ അദ്ദേഹമാണ് ഈ INCയിലെ മുൻനിര നേതാക്കളുടെ കൂടെ ചേർന്നിട്ട് ഈ ഭരണഘടനയ്ക്ക് രൂപം നൽകാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ നെഹ്റുവിനെയും സർദാർ വല്ലഭായ് പട്ടേലിനെ എടുത്തു കഴിഞ്ഞാലും ഇവര് രണ്ടുപേരും നിരന്തരം ഓരോ വിഷയത്തിന്മേൽ പല വിയോജിപ്പുകൾ കാണിച്ചിരുന്ന ആളുകളാണ്, നെഹ്റുവും പട്ടേലും. എന്നിരുന്നാൽ പോലും നമ്മുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകുക എന്നൊരു കാര്യത്തിലേക്ക് അവർ വന്നപ്പോൾ അവർ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്, ഈ തടസ്സങ്ങളില്ലാതെ തീരുമാനത്തിലെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം മാത്രമാണ്. ചർച്ചയിലൂടെ ഒരു തടസ്സങ്ങളും ഇല്ലാതെ എല്ലാവരും ഏകാഭിപ്രായത്തോടു കൂടി സെലക്ട് ചെയ്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമായിരുന്നു. ജാതി മത വർഗ വ്യത്യാസ ഭേദങ്ങളൊന്നുമില്ലാതെ എല്ലാവർക്കും വോട്ടവകാശം നൽകണം, പ്രായപൂർത്തി വോട്ടവകാശം നൽകണം എന്നുള്ള ഒരൊറ്റ തീരുമാനം മാത്രമാണ് ഏകപക്ഷീയമായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എടുത്ത ഒരു തീരുമാനം. അത് മാത്രമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും എന്തുണ്ടായിരുന്നു? എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു, ചർച്ചകൾ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഇവര് തീരുമാനത്തിൽ എത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ചില വ്യവസ്ഥകൾ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു വിഷയം തീരുമാനത്തിൽ ഇപ്പൊ നമുക്കറിയാം, ഭരണഘടന സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെ, ഭരണഘടന സ്റ്റാർട്ട് ചെയ്യേണ്ടത് ചിലർ പറഞ്ഞു ദൈവത്തിന്റെ നാമത്തിൽ നിന്ന് വേണം, ചിലർ പറഞ്ഞു ദേവിയുടെ നാമത്തിൽ നിന്ന് വേണം അല്ലെ, അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നു. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, അത് ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ പൊതുവായിട്ട് നമ്മളൊരു കൺക്ലൂഷനിലെത്തും അല്ലെ, ഒരു സമവായത്തിലെത്തും, ഇതാണ് നല്ലത് എന്ന്. നമുക്ക് ഇത് കുഴപ്പമില്ല, ഇതാവുമ്പോൾ എല്ലാ മതവിഭാഗക്കാർക്കും പ്രശ്നമില്ല എന്നുള്ളൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരും, ഒരു സമവായത്തിൽ എത്തിച്ചേരും. അങ്ങനെ തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതായത് ചർച്ചയിലൂടെ ഏതെങ്കിലും ഒരു പ്രത്യേക തീരുമാനം സമൂഹത്തിന് ഹാനികരമല്ല, നമ്മുടെ രാജ്യത്തിന് ഹാനികരമല്ല, ഇത് നല്ലതാണ് എന്ന് തോന്നുന്ന രീതിയിൽ സമവായത്തിൽ എത്തിച്ചേർന്നിരുന്നു. പിന്നെ ചില കാര്യങ്ങൾ കൂടുതൽ അഭിപ്രായങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? വോട്ടെടുപ്പിനിടും അല്ലെ. കൂടുതൽ എതിർ അഭിപ്രായങ്ങൾ വരുമ്പോൾ അത് വോട്ടെടുപ്പിനിട്ടിട്ടാണ് തീരുമാനം എടുത്തിരുന്നത്. പിന്നെ എല്ലാ തടസ്സവാദങ്ങളും എഴുതിയെടുത്ത് ചർച്ച ചെയ്തിരുന്നു. എല്ലാ തടസ്സവാദങ്ങളും എഴുതിയെടുത്ത് ചർച്ച ചെയ്തിരുന്നു. അതേപോലെ തന്നെ 2 വർഷം 11 മാസം 18 ദിവസമാണ് അല്ലെ മൊത്തം നമ്മുടെ ഭരണഘടന ഉണ്ടാക്കാൻ എടുത്ത സമയം. 2 വർഷം 11 മാസം 18 ദിവസം. ഇതിനിടയിൽ 166 സമ്മേളനങ്ങളാണ് ചേർന്നിട്ടുണ്ടായിരുന്നത്. 166 സമ്മേളനങ്ങൾ ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ യോഗങ്ങളില് പത്രപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രവേശന അനുമതി ലഭിച്ചിരുന്നു, പ്രവേശന അനുമതി നൽകിയിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നടപടിക്രമം എന്നുള്ള കാര്യത്തിൽ പറഞ്ഞിരുന്നത്. അപ്പൊ നടപടിക്രമം എന്ന് പറയുമ്പോൾ 8 കമ്മിറ്റികളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഈ 8 കമ്മിറ്റികൾക്കും കൃത്യമായിട്ടുള്ള ചുമതലകൾ നൽകിയിരുന്നു. എല്ലാ കാര്യങ്ങളും ചർച്ചയിലൂടെയാണ് തീരുമാനം എടുത്തിരുന്നത്. തടസ്സവാദങ്ങളെല്ലാം തന്നെ എഴുതിയെടുത്ത് ചർച്ച ചെയ്തിരുന്നു. അങ്ങനെ ചർച്ചയിലൂടെ ഇത് കുഴപ്പമില്ല, ഇത് ഹാനികരമല്ല, നമ്മുടെ രാജ്യത്തിനോ സമൂഹത്തിനോ ഹാനികരമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ തീരുമാനമെടുത്തു. അല്ലാത്ത കാര്യങ്ങൾ കൂടുതൽ എതിർ അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യും? അവർ വോട്ടെടുപ്പിനിടും. വോട്ടെടുപ്പിനിട്ടിട്ട് അതിനുശേഷമാണ് തീരുമാനങ്ങളിൽ എത്തിച്ചേർന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ 2 വർഷം 11 മാസം 18 ദിവസം, ചിലതിൽ 18 ചിലതിൽ 17 ദിവസം എന്നും കാണാം. അത്രയും ദിവസം നീണ്ടു നിന്ന ഈ സമ്മേളനത്തിൽ 166 സമ്മേളനങ്ങളാണ് ചേർന്നിട്ടുണ്ടായിരുന്നത്. അത് ശ്രദ്ധിക്കുക. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ വരും 166 സമ്മേളനം വരും, ചിലപ്പോൾ 266 സമ്മേളനം ഒക്കെ തരും. അപ്പൊ 166 ടോട്ടല് 166 സമ്മേളനങ്ങളാണ് ഇതിനിടയിൽ നടന്നത്. ഈ യോഗങ്ങളിലെല്ലാം തന്നെ പത്രപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രവേശന അനുമതി ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കാം. മുമ്പ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അത് തന്നിരുന്നു അല്ലെ. ഈ സമ്മേളനങ്ങളിൽ പത്രപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രവേശന അനുമതി ലഭിച്ചിരുന്നു. ഇനി ഇവര് ഈ ചർച്ചയിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെ കുറിച്ചിട്ടാണ് വിചിന്തന തത്വം എന്ന് പറഞ്ഞ് നൽകിയിരിക്കുന്നത്. വിചിന്തന തത്വം എന്ന് പറഞ്ഞ് നൽകിയിരിക്കുന്നത്. അതായത് അംഗങ്ങൾക്കിടയിൽ ഒരുപാട് വിയോജിപ്പുണ്ടായിരുന്നു എങ്കിൽ കൂടി ഈ വിയോജിപ്പുകൾ ഒന്നും തന്നെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല. ഒന്നും തന്നെ സ്വാർത്ഥ താല്പര്യത്തിന്, അതായത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനോ വേണ്ടിയിട്ടുള്ള ഒരു സ്വാർത്ഥ താല്പര്യത്തോട് കൂടിയിട്ടല്ല ഒരു വിയോജിപ്പുകളും ഉരുത്തിരിഞ്ഞ് വന്നിരുന്നത്. മനസ്സിലായി? ഇവർ പ്രധാനമായിട്ടും ഈ വിയോജിപ്പുകൾ ഉണ്ടായത്, ഒന്നാമത്തെ കാര്യം, ഇന്ത്യ സ്വീകരിക്കേണ്ടത് കേന്ദ്രീകൃതമായിട്ടുള്ള ഗവൺമെന്റ് ആണോ വികേന്ദ്രീകൃത ഗവൺമെന്റ് ആണോ എന്നുള്ള കാര്യത്തിലാണ്. ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ, വിയോജിപ്പുകൾ ഉണ്ടായത്. ഇന്ത്യ സ്വീകരിക്കേണ്ടത് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണോ? ഇപ്പൊ നമുക്കറിയാലോ, നമ്മളിപ്പോൾ ഉള്ളത് ശക്തമായ കേന്ദ്രത്തോട് കൂടിയിട്ടുള്ള വികേന്ദ്രീകരണമാണ്. ശക്തമായ കേന്ദ്രത്തോട് കൂടിയിട്ടുള്ള ഫെഡറൽ വ്യവസ്ഥ അല്ലെ, ക്വാസി ഫെഡറൽ എന്ന് പറയും.
ക്വാസി ഫെഡറൽ, നമ്മുടെ KC വെയറാണ് ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത്. അതായത് ശക്തമായ കേന്ദ്രമുണ്ട് എന്നിട്ട് ഫെഡറൽ വ്യവസ്ഥ, അങ്ങനെയാണ്. നമ്മ കാനഡയിൽ നിന്നാണ് ഇത് കടം കൊണ്ടത് അല്ലെ ആ വ്യവസ്ഥനെ. അപ്പൊ ഇത്തരത്തില് ഇന്ത്യ സ്വീകരിക്കേണ്ടത് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണോ അല്ലെങ്കിൽ വികേന്ദ്രീകൃതമാണോ, അതുപോലെ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, നീതിന്യായ വിഭാഗത്തിന് എന്തൊക്കെ അധികാരങ്ങൾ നൽകണം, സ്വത്തവകാശം സംരക്ഷിക്കണമോ, ഈ 4 കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിയോജിപ്പുകൾ ഉണ്ടായതെന്ന് ശ്രദ്ധിക്കുക. അപ്പൊ 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ സ്വീകരിക്കേണ്ടത് കേന്ദ്രീകൃതമായിട്ടുള്ള ഗവൺമെന്റ് ആണോ വികേന്ദ്രീകൃത ഗവൺമെന്റ് ആണോ, സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, അതുപോലെ നീതിന്യായ വിഭാഗത്തിന് എന്തൊക്കെ അധികാരങ്ങൾ നൽകണം, സ്വത്തവകാശം സംരക്ഷിക്കണോ, ഈ 4 കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിയോജിപ്പ് ഉണ്ടായത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ ഏറ്റവും കൂടുതൽ വിയോജിപ്പ് ഉണ്ടായ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ 3 തരും, 4ാമത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും തരും, അല്ലെങ്കിൽ ഈ 4 തന്നെ തന്നിട്ട് മുകളിൽ പറഞ്ഞവയെല്ലാം 1ഉം 2ഉം 4ഉം അല്ലെ, അവസാനം എല്ലാം ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷൻ തരും. അപ്പൊ ഈ 4 കാര്യം ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ വിയോജിപ്പുണ്ടായത് ഇന്ത്യ സ്വീകരിക്കേണ്ടത് കേന്ദ്രീകൃത ഗവൺമെന്റ് ആണോ അല്ലെങ്കിൽ വികേന്ദ്രീകൃത ഗവൺമെന്റ് ആണോ, സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, നീതിന്യായ വിഭാഗത്തിന്റെ അധികാരങ്ങൾ എന്തൊക്കെയായിരിക്കണം, സ്വത്തവകാശം സംരക്ഷിക്കണം, ഈ 4 കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിയോജിപ്പുണ്ടായത്. ഇനി യാതൊരു വക വിയോജിപ്പും ഇല്ലാതെ പാസാക്കിയ ഒരേ ഒരു കാര്യം എന്താണ്? അത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമാണ് അല്ലെ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം മാത്രമാണ് ഭിന്നാഭിപ്രായങ്ങളൊന്നും കൂടാതെ പാസാക്കിയ ഒരേ ഒരു വകുപ്പ് എന്ന് പറയുന്നത്. ഇനി ഭരണഘടന തയ്യാറാക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങളും ചർച്ചകളിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും ഭരണഘടനയുടെ സ്വീകാര്യത ഉറപ്പുവരുത്തി അല്ലെ. അവർ സ്വീകരിക്കാൻ എടുത്ത മാർഗം, ഇത്തരത്തിൽ ചർച്ചകളിലൂടെയാണ് ഇവർ തീരുമാനത്തിലെത്തിയത് എന്നുള്ളതും ആ ചർച്ചകളിൽ അവർ ഉയർത്തിപ്പിടിച്ച മൂല്യവും ഭരണഘടനയുടെ സ്വീകാര്യത ഉറപ്പുവരുത്തി. കാരണം ഈ ചർച്ചകളിലെല്ലാം തന്നെ എന്തായിരുന്നു? പൊതു കാരണം, പബ്ലിക് റീസൺ അടിസ്ഥാനമാക്കിയിട്ടാണ് അംഗങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. ഒരിക്കലും സ്വാർത്ഥ താല്പര്യം അടിസ്ഥാനമാക്കിയിട്ടല്ല ഇതിലെ ഒരു അംഗവും പ്രവർത്തിച്ചത്. പകരം എന്താണ്? പബ്ലിക് റീസൺ. ആ വാക്ക് ശ്രദ്ധിക്കുക, പബ്ലിക് റീസൺ അല്ലെങ്കിൽ പൊതു കാരണം. ആ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ ആ വേർഡ് തന്നിട്ടുണ്ട്, പൊതു കാരണം അഥവാ പബ്ലിക് റീസൺ. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഓരോ അംഗങ്ങളും പ്രവർത്തിച്ചത് എന്നുള്ളതും ഈ ഭരണഘടനയുടെ സ്വീകാര്യത ഉറപ്പുവരുത്തുന്നു. അപ്പൊ നടപടിക്രമങ്ങളും പിന്നെ അതുപോലെ തന്നെ അതിൽ ഉരുത്തിരിഞ്ഞു വന്ന മൂല്യങ്ങൾ, വിചിന്തന തത്വം എന്നുള്ളതും, ഇത് രണ്ടും നമ്മുടെ ഭരണഘടനയുടെ സ്വീകാര്യത ഉറപ്പുവരുത്തി എന്നുള്ളത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡോക്ടർ B.R. അംബേദ്കറിനെ കുറിച്ചിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് തോന്നുന്ന ഏറ്റവും കോർ ആയിട്ടുള്ള ഭാഗമാണ് പറയുന്നത്. മുഴുവൻ വായിക്കുന്നില്ല, മുഴുവൻ നിങ്ങൾ വായിക്കാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമായും പിന്നീട് അതിന്റെ ചെയർമാനായും അംബേദ്കറെ നിയമിക്കാൻ നാം എടുത്ത തീരുമാനത്തിന്റെ അത്രയും ശരിയായ മറ്റൊരു തീരുമാനവും നമുക്ക് എടുക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്താണ്? അദ്ദേഹത്തിന് അത്രമാത്രം പെർഫെക്റ്റ് ആയ വ്യക്തിയായിരുന്നു, അത്രയും നിയമപരിജ്ഞാനമുള്ളതും അത്രയും കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ B.R. അംബേദ്കർ. ഡോക്ടർ B.R. അംബേദ്കറിന് മാത്രമല്ല, ആ ഭരണഘടനാ നിർമ്മാണ സഭയിലെ എല്ലാവരും അത്രയും കഴിവുള്ള വ്യക്തികളായിരുന്നു. അത് നമ്മുടെ ഭരണഘടനയിലും കാണാനുണ്ട്. കഴിവുള്ളവരെ എഴുതി തയ്യാറാക്കിയ ഒരു ഭരണഘടന ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയും സ്വീകാര്യത ലഭിച്ചതും. മനസ്സിലായോ? അപ്പൊ ഈ സെന്റൻസ് തന്നിട്ട് ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, ഇങ്ങനെ ആരാണ് അഭിപ്രായപ്പെട്ടത്, ഡോക്ടർ B.R. അംബേദ്കറിനെ കുറിച്ച് ഇങ്ങനെ ആരാണ് അഭിപ്രായപ്പെട്ടതെന്ന് ചോദിച്ചിട്ട് 4 ഓപ്ഷൻ തരും. നെഹ്റു, പട്ടേൽ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓപ്ഷൻ തരും അടിക്കടിക്ക്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ പറഞ്ഞത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് പറഞ്ഞത് B.R. അംബേദ്കറിനെ കുറിച്ച്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമായിട്ടും പിന്നീട് അതിന്റെ ചെയർമാനായിട്ടും അംബേദ്കറെ നിയമിക്കാൻ നാം എടുത്ത തീരുമാനത്തിന്റെ അത്രയും ശരിയായ മറ്റൊരു തീരുമാനവും നമുക്ക് എടുക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് അവിടെ നിന്ന് ഓർത്തിരിക്കണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പറയുന്നത് എന്താണ്? അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന ഇത്രയും സ്വീകാര്യമായി തീർന്നതെന്ന് അല്ലെ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഘടന തന്നെ അതിലെല്ലാ അംഗങ്ങൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകി നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഈ വിചിന്തന തത്വം, അതിലെടുത്തിട്ടുള്ള തീരുമാനങ്ങളും അത് വീണ്ടും ചർച്ചയ്ക്കെടുത്ത കാര്യങ്ങളും അതിലൂടെ തീരുമാനങ്ങളിൽ എത്തിച്ചേർന്ന നടപടിക്രമങ്ങളൊക്കെ എന്താണ്? ഈ ഭരണഘടനയുടെ സ്വീകാര്യത ഉറപ്പുവരുത്തി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം എന്നുള്ളത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം എന്താണ്? ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ എടുത്ത തീരുമാനങ്ങൾ,
അത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ മാത്രമായിരുന്നില്ല. പിന്നെന്താണ്, അത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന തത്വങ്ങൾ കൂടി ആയിരുന്നു എന്നാണ്. അതായത് ഭരണഘടന എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാക്കിയ ഒരു ഉൽപ്പന്നം മാത്രമല്ല, പകരം എന്താണ്, നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് ഉരുത്തിരിഞ്ഞു വന്ന രൂപപ്പെട്ടു വന്ന തത്വങ്ങൾ കൂടിയാണ് നമുക്ക് ഭരണഘടനയിൽ കൂടി പ്രതിഫലിച്ച് കാണാൻ സാധിക്കുന്നത്. ശരിയല്ലേ? കാരണം ഈ ഭരണഘടന ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ, ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും നമ്മുടെ INC-യിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും ബാക്കി പല പത്രങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഇന്ത്യക്ക് എങ്ങനത്തെ ഗവൺമെന്റ് ഉണ്ടായിരിക്കണം, ഇന്ത്യക്ക് എങ്ങനത്തെ ഗവൺമെന്റ് ആണ് രൂപം നൽകേണ്ടത്, അതുപോലെ തന്നെ ആ ഗവൺമെന്റ് ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങൾ എന്തൊക്കെയായിരിക്കണം, എങ്ങനെയൊക്കെയാണ് അസമത്വങ്ങളെ, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങളെ മറികടക്കേണ്ടത്, നമ്മുടെ പൗരന്മാർക്ക് നൽകേണ്ട മൗലിക അവകാശങ്ങൾ എന്തൊക്കെയായിരിക്കണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ആ സ്വാതന്ത്ര്യ സമര കാലത്തും ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്തെല്ലാം തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ദേശീയ പത്രമാധ്യമങ്ങളും അതേപോലെ തന്നെ സംഘടനകളും എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വന്ന തത്വങ്ങളാണ് നമുക്ക് ഭരണഘടനയിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ പൈതൃകം കൂടി നമുക്ക് എവിടെ ദർശിക്കാൻ സാധിക്കും? നമ്മുടെ ഭരണഘടനയിൽ ദർശിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ 1946 നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഉണ്ട് അല്ലെ. ആ ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത് നമ്മളുടെ ദേശീയ പ്രസ്ഥാനങ്ങളിലെ ഒരു ചുരുക്കെഴുത്ത്, ദേശീയ പ്രസ്ഥാനത്തിൽ രൂപം കൊണ്ട തത്വങ്ങളുടെ ഒരു ചുരുക്കെഴുത്താണ് 1946 നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത്. ആ ലക്ഷ്യപ്രമേയത്തിൽ ഇന്ത്യ ഒരു പരമാധികാര രാജ്യമായിരിക്കണമെന്നും അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ജനാധിപത്യം, സാർവലൗകിക സ്വത്വം, ഇതൊക്കെ നമ്മുടെ ആ ലക്ഷ്യപ്രമേയത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലക്ഷ്യപ്രമേയങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭരണഘടനയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ലക്ഷ്യപ്രമേയം നമ്മുടെ 1946 നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ, ദേശീയ പ്രസ്ഥാനത്തിൽ രൂപം കൊണ്ട തത്വങ്ങളുടെ ഒരു ചുരുക്കെഴുത്തായിരുന്നു. ഈ ചുരുക്കെഴുത്ത് അതേപടി നമ്മുടെ ഭരണഘടനയും സ്വീകരിച്ചിട്ടുണ്ടെന്ന് അവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അടുത്തത് സ്ഥാപനപരമായിട്ടുള്ള രൂപരേഖ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. സന്തുലിത സ്ഥാപന രൂപരേഖ, ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ എല്ലാ ഇതുകളും, അത് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം, അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇവയ്ക്കെല്ലാം തന്നെ നമ്മുടെ ഭരണഘടന കൃത്യമായിട്ട് അധികാരങ്ങൾ വിഭജിച്ചാണ് നൽകിയിട്ടുള്ളത് അല്ലെ. അധികാരം കൃത്യമായിട്ട് വിഭജിച്ചാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനം ഇപ്പൊ നിയമനിർമ്മാണ വിഭാഗമോ കാര്യനിർവഹണ വിഭാഗമോ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഭരണത്തെ അല്ലെങ്കിൽ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റ് സ്ഥാപനങ്ങൾ അത് തടയാൻ ശ്രമിക്കും ഇല്ലേ. നീതിന്യായ വിഭാഗം അത് തടയാൻ ശ്രമിക്കും. നിയമനിർമ്മാണ വിഭാഗം നമ്മുടെ പൗരന്മാരുടെ മൗലികാവകാശങ്ങളിൽ കൈകടത്തി കഴിഞ്ഞാൽ ജുഡീഷ്യൽ റിവ്യൂയിലൂടെ നമ്മുടെ നീതിന്യായ വിഭാഗം അത് തടയും ഇല്ലേ. അതെന്താണ്, അധികാരങ്ങൾ കൃത്യമായിട്ട് ഇവിടെ വിഭജിച്ച് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ കൃത്യമായിട്ട് അധികാരങ്ങൾ വിഭജിച്ച് നൽകുന്നതിനും അതേപോലെ ശരിയായ സന്തുലനം രൂപപ്പെടുത്തുന്നതിനും, ശരിയായിട്ടുള്ള സ്ഥാപനങ്ങൾ തമ്മിൽ ശരിയായ സന്തുലനം രൂപപ്പെടുത്തുന്നതിനും നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ധാരാളം സമയം ചെലവഴിച്ചിട്ടുണ്ട്. വെറുതെ ചുമ്മാ എടുത്തിട്ടല്ല അവരിങ്ങനൊന്നും വെച്ചിട്ടുള്ളത്. ധാരാളം സമയമെടുത്ത് ചർച്ച ചെയ്ത് കൃത്യമായിട്ടാണ് അവർ ഇത്തരത്തിൽ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള അധികാരങ്ങൾ വിഭജിച്ച് നൽകിയിട്ടുള്ളതും അതേപോലെ തന്നെ ശരിയായിട്ടുള്ള സന്തുലനം കൊണ്ടുപോയിട്ടുള്ളതും. മനസ്സിലായ? തുടർന്ന് നിയമനിർമ്മാണ വിഭാഗത്തിനും കാര്യനിർവഹണ വിഭാഗത്തിനും അധികാരം വിഭജിച്ചു നൽകാൻ പാർലമെന്ററി വ്യവസ്ഥയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം പങ്കിടുന്ന ഫെഡറൽ സമ്പ്രദായവും നമ്മൾ സ്വീകരിച്ചു അല്ലെ. നിയമനിർമ്മാണ വിഭാഗത്തിനും കാര്യനിർവഹണ വിഭാഗത്തിനും തുല്യ അധികാരം കിട്ടണം. നിയമനിർമ്മാണ വിഭാഗം ഉണ്ടാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്നത് കാര്യനിർവഹണ വിഭാഗമാണ് അല്ലെ. ഇതിന് രണ്ടിനും തുല്യമായിട്ടുള്ള അധികാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാർലമെന്ററി സമ്പ്രദായം സ്വീകരിച്ചത്. അത് ശ്രദ്ധിക്കുക. നിയമനിർമ്മാണ വിഭാഗത്തിനും കാര്യനിർവഹണ വിഭാഗത്തിനും തുല്യമായി അധികാരം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് സ്വീകരിച്ചത്? പാർലമെന്ററി സംവിധാനം സ്വീകരിച്ചത്. അതുപോലെ തന്നെ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അധികാരം പങ്കിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് സ്വീകരിച്ചത്? ഫെഡറൽ സമ്പ്രദായവും സ്വീകരിച്ചത്. ലോക ചരിത്രത്തിൽ ഇക്കാലത്ത് തയ്യാറാക്കപ്പെട്ട ഒരു ഭരണഘടനയിൽ പുതുതായി എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞത് BR അംബേദ്കർ ആണ്. അതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള വാചകമാണ്. ലോക ചരിത്രത്തിൽ ഈ കാലത്ത് തയ്യാറാക്കപ്പെട്ട ഒരു ഭരണഘടനയിൽ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് BR അംബേദ്കർ. കാരണം എന്താ, ഓരോ ഭരണഘടനകളും മുമ്പുണ്ടായിരുന്ന ഭരണഘടനകളിൽ നിന്ന് ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അല്ലെ.
നമുക്കറിയാം നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ നമ്മുടെ ഭരണഘടന രൂപം നൽകുന്നതിന് മുമ്പ് മറ്റു രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഭരണഘടനകളെല്ലാം തന്നെ അവർ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അവരതിലെ നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സ്വീകരിച്ചുകൊണ്ടാണ്, നമ്മൾ കടമെടുത്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ, ഓരോ രാജ്യങ്ങളിലും നമ്മൾ കടമെടുത്ത ആശയങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കടമെടുത്ത ആശയങ്ങൾ. ബ്രിട്ടനിൽ നമ്മൾ കടമെടുത്തിട്ടുണ്ട്, അമേരിക്കയിൽ നമ്മൾ കടമെടുത്തിട്ടുണ്ട്, ജർമ്മനിയിൽ നമ്മൾ കടമെടുത്തിട്ടുണ്ട്, കാനഡയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്, അയർലാൻഡിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്, USSR നിന്ന് കടമെടുത്തിട്ടുണ്ട് അല്ലെ, അങ്ങനെ ഒരുപാട്, ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ പഠനങ്ങളും പഠിച്ചിട്ടാണ്, അല്ലാതെ ഒറ്റയടിക്ക് പോയിട്ടില്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരോടും ചോദിക്കാതെ നേരെ പോയിട്ടൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാളിച്ചകൾ സംഭവിക്കും, നമുക്ക് ഒരുപാട് തെറ്റുകൾ ആയ ബിസിനസ്സിൽ സംഭവിക്കും. കാരണം എന്താണ്, നമ്മൾ പുതുതായിട്ടാണ് അത് ചെയ്യുന്നത്, നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ല, തെറ്റുകൾ സ്വാഭാവികമായിട്ടും സംഭവിക്കും. അതിന് പകരം ഓൾറെഡി ഒരു ബിസിനസ് തുടങ്ങിയിട്ടുള്ള, നമ്മൾ തുടങ്ങാൻ പോകുന്ന അതേ രീതിയിലുള്ള ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത കുറച്ച് അധികം ആളുകളുടെ അടുത്ത് പോയിട്ട് നമ്മൾ അഭിപ്രായം ചോദിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം തിരക്കി കൃത്യമായിട്ട് അറിവോടുകൂടിയാണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്താണ്, പാകപ്പിഴവുകൾ ഉണ്ടാകില്ല. ഒട്ടുണ്ടാകില്ല എന്നല്ല, എങ്കിലും കുറവായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഭരണഘടന ഉണ്ടാക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഭരണഘടനാ നിർമ്മാതാക്കൾ ബാക്കി എല്ലാ ഭരണഘടനകളും പഠിച്ചിട്ട് അതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് സ്വീകരിച്ചതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. മുഴുവൻ കാര്യങ്ങളും കൊടുത്തിട്ടില്ല, പക്ഷെ കൊടുത്ത കാര്യങ്ങൾ കൃത്യമായി പഠിക്കണം. ആദ്യം തന്നെ ബ്രിട്ടീഷ് ഭരണഘടനയിൽ എന്തൊക്കെയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഓൾറെഡി കോഡ് വെച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ തന്നെ ഭരണഘടന എന്നുള്ള പ്ലേലിസ്റ്റിൽ ഇത്തരത്തിൽ നമ്മൾ സ്വീകരിച്ച ആശയങ്ങൾ കോഡ് വെച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കോഡുകളൊന്നും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, കാരണം വീണ്ടും നമ്മളുടെ ക്ലാസ് കുറെ ലെങ്തി ആവും. ഇപ്പൊ തന്നെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു പോയില്ലേ. അപ്പൊ നമുക്ക് ഇത് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. കോഡ് വേണമെന്നുള്ളവർ ആ ക്ലാസ് കണ്ടാലും മതി. അപ്പൊ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന് പറയും, FPTP, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. അതായത് ഇപ്പൊ 2 പേര് തമ്മിൽ മത്സരിക്കുമ്പോൾ മറ്റേ ആളെക്കാട്ടും 1 വോട്ടെങ്കിലും കൂടുതൽ കിട്ടിയാൽ മതി അല്ലെ. മൃഗീയ ഭൂരിപക്ഷം വേണം അങ്ങനൊന്നുമില്ല, കൂടുതൽ 1 വോട്ടെങ്കിലും, മറ്റേ ആളെക്കാളും 1 വോട്ടെങ്കിലും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ജയിച്ചതായിട്ട് നമ്മൾ പ്രഖ്യാപിക്കും ഇല്ലേ. അതാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ പാർലമെന്ററി സമ്പ്രദായം, അതുപോലെ നിയമവാഴ്ച എന്നുള്ള ആശയം, സ്പീക്കറുടെ സ്ഥാനവും അവരുടെ പങ്കും, നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ, നിയമങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമം എങ്ങനെയാണ് നമ്മൾ ലോകസഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കുക. 2 സഭകളിൽ നിന്നും ഭൂരിപക്ഷം കിട്ടണം, അതിനുശേഷം പ്രസിഡന്റ് ഒപ്പുവയ്ക്കും അല്ലെ. ഇത്തരത്തിലുള്ള നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ ഇതൊക്കെ നമ്മൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, പാർലമെന്ററി സമ്പ്രദായം, നിയമവാഴ്ച എന്ന ആശയം, സ്പീക്കറുടെ സ്ഥാനവും അവരുടെ പങ്കും, നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ. അടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നമ്മൾ നിർദ്ദേശക തത്വങ്ങളാണ് അല്ലെ കടം കൊണ്ടിരുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP. നിർദ്ദേശക തത്വങ്ങളാണ്. നമ്മൾ അയർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വരുന്നില്ലേ, അപ്പൊ തന്നെ നിർദ്ദേശക തത്വങ്ങൾ. അയർലാൻഡിൽ നിന്ന്, ഐറിഷ് ഭരണഘടനയിൽ നമ്മൾ എടുത്തത് നിർദ്ദേശക തത്വങ്ങളാണ്. അയർലാൻഡ് നിർദ്ദേശക തത്വങ്ങളാണ് സെലക്ട് ചെയ്തത്. ഇനി ഫ്രാൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഫ്രഞ്ച് വിപ്ലവം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമല്ലേ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അത് തന്നെയാണ് നമ്മൾ കടം കൊണ്ടത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള തത്വം നമ്മൾ ഫ്രാൻസിലെ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടത്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ മൗലികാവകാശങ്ങളെ കുറിച്ചിട്ടുള്ള അധ്യായങ്ങൾ, മൗലികാവകാശം എന്നുള്ളത്, ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ളത്, പിന്നെ നീതിന്യായ പുനഃപരിശോധന അധികാരം, ജുഡീഷ്യൽ റിവ്യൂ, നീതിന്യായ പുനഃപരിശോധന അധികാരം, നീതിന്യായ വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യം, ഇതൊക്കെ നമ്മൾ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്, നമ്മൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഇനിയുണ്ട് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആമുഖം, പ്രിയാമ്പിൾ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് നമ്മൾ എടുത്തിട്ടുള്ളത് അതും നമ്മൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അപ്പൊ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഇതിന്റെ എക്സ്ട്രാ ഉണ്ട്, അത് നമ്മൾ മറ്റേ ക്ലാസ്സിൽ ഉണ്ടാവും, നിങ്ങൾ അത് കാണാം. പിന്നെ കനേഡിയൻ ഭരണഘടന എന്ന് പറയുമ്പോൾ അർദ്ധ ഫെഡറൽ സംവിധാനം, നമ്മളുടെ ഇപ്പോഴത്തെ ക്വാസി ഫെഡറൽ എന്ന് പറയുന്ന അർദ്ധ ഫെഡറൽ സംവിധാനം നമ്മൾ എടുത്തിട്ടുള്ളത്, ശക്തമായ കേന്ദ്രത്തോട് കൂടിയിട്ടുള്ള ഫെഡറൽ സമ്പ്രദായം നമ്മൾ എടുത്തിട്ടുള്ളത് കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ്. അവശിഷ്ടാധികാരവും നമ്മൾ എടുത്തിട്ടുള്ളത് കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ്.
ഇതിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ശ്രദ്ധിക്കണം. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, അതുപോലെ തന്നെ നിയമനിർമ്മാണ നടപടിക്രമം, ഇതൊക്കെ നമ്മൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, നിയമനിർമ്മാണ നടപടിക്രമം, നിയമവാഴ്ച എന്നുള്ള ആശയം, പാർലമെന്ററി സമ്പ്രദായം, സ്പീക്കറുടെ സ്ഥാനവും പങ്കും. അതേപോലെ തന്നെ ഓരോ രാജ്യങ്ങളും കൃത്യമായിട്ട് എടുത്ത് പഠിക്കും. ഞാൻ അത് ഇനി വീണ്ടും വീണ്ടും പറഞ്ഞ് സമയം കളയണമെന്നില്ല. കാണണം എന്നുള്ളവർക്ക് കോഡ് വെച്ചിട്ടുള്ള ക്ലാസ് കാണാം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടും ആദ്യം പറഞ്ഞത് ഭരണഘടനയുടെ ചുമതലകളാണ് പറഞ്ഞത് അല്ലെ. നമ്മൾ 5 ചുമതലകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തത് ഏകോപനാണ്, മൊത്തം ഏകോപനം നടത്തുക. രണ്ടാമത്തത് എന്താണ്, നമ്മുടെ ഇത് ആർക്കാണ് അധികാരം, തീരുമാനം എടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് വ്യക്തമാക്കലാണ് പറഞ്ഞത്. അതുപോലെ ഗവൺമെന്റ് രൂപീകരിക്കുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് പറഞ്ഞത് ഗവൺമെന്റിന്റെ അധികാരത്തിന് മേലുള്ള നിയന്ത്രണമാണ്, ലിമിറ്റേഷൻസ് ആണ് പറഞ്ഞത്. നാലാമതായിട്ട് പറഞ്ഞത് നമ്മുടെ സമൂഹത്തെ, ഗവൺമെന്റിനെ പ്രാപ്തമാക്കുക, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമൂഹം ഉണ്ടാക്കിയെടുക്കുന്നതിനും അതുപോലെ തന്നെ ജനങ്ങളുടെ സമൂഹത്തിന്റെ അഭിലാഷങ്ങളെല്ലാം നിറവേറ്റുന്നതിനും ഗവൺമെന്റിനെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് നാലാമതായി പറഞ്ഞത്. അഞ്ചാമതായിട്ടുള്ളത് ഒരു ജനതയുടെ വ്യക്തിത്വമായിട്ട് നിലകൊള്ളുന്നു, ഒരു ജനതയുടെ വ്യക്തിത്വമായി നിലകൊള്ളുന്നുള്ളതൊക്കെ ഭരണഘടനയുടെ ചുമതലകളായിട്ട് പറഞ്ഞു. പിന്നെ നമ്മുടെ ഭരണഘടന ഇത്രമാത്രം സ്വീകാര്യമായി തീരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു അല്ലെ. എത്രമാത്രം സ്വീകാര്യമായി തീരാനുള്ള കാരണം, അതിന്റെ പ്രഖ്യാപന രീതി, അത് ആരാണ് ഉണ്ടാക്കിയെന്നുള്ള കാര്യം, പിന്നെ അതുപോലെ തന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യവസ്ഥകൾ, പിന്നെ സ്ഥാപനങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്, സന്തുലിതമായിട്ടുള്ള രൂപരേഖ, കൃത്യമായിട്ട് അധികാരങ്ങൾ വിഭജിച്ചാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനം നമ്മുടെ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ മറ്റ് സ്ഥാപനം അതിനെ എതിർക്കും എന്ന് പറഞ്ഞത്. അതേപോലെ നമ്മുടെ ഭരണഘടന എത്രമാത്രം നീതിയുക്തമാണ്, അത് ലാസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞെങ്കിലും അതും കൂടി അവിടെ ഓർത്തിരിക്കുക. നമ്മുടെ ഭരണഘടന എത്രമാത്രം നീതിയുക്തമാണ് എന്നുള്ളതും നമ്മുടെ ഭരണഘടനയുടെ സ്വീകാര്യത ഉറപ്പുവരുത്തുന്നതാണ്. പിന്നെ നമ്മുടെ ഭരണഘടന റിജിഡും അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ് അല്ലെ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത് അമെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരിക്കലും അമെൻഡ് ചെയ്യാൻ പാടില്ലാത്തതെന്നല്ല, അത്രയും സംരക്ഷിക്കപ്പെടേണ്ട അവകാശങ്ങളെല്ലാം തന്നെ റിജിഡ് ആയിട്ടാണ് അത് സംരക്ഷിച്ചു വരുന്നത് എന്നും പറഞ്ഞു. പിന്നെ അതുപോലെ ഭരണഘടനയ്ക്ക് എങ്ങനെയാണ് രൂപം നൽകിയത്, ആ ഭരണഘടന നിർമ്മാണ സഭയുടെ ഘടന എങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും, എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യ പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാക്കി എന്നുള്ള കാര്യമൊക്കെ തന്നെ പറഞ്ഞു. പിന്നെ അതിലെ നടപടിക്രമങ്ങൾ അല്ലെ, നടപടിക്രമം എന്ന് പറയുമ്പോൾ എല്ലാം ചർച്ചകളിൽ കൂടിയാണ് പരിഹരിച്ചിരുന്നത്. ചർച്ചകൾ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഇത് സമൂഹത്തിന് ഹാനികരമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു ഏകീകൃതമായിട്ടുള്ള തീരുമാനം, ഒരു സമവായത്തിൽ എത്തിച്ചേർന്നു. മറ്റുള്ള കാര്യങ്ങൾ വോട്ടെടുപ്പിന് ഇട്ടിട്ടാണ് തീരുമാനിച്ചത്. അതുപോലെ എല്ലാ തർക്കങ്ങളും കൃത്യമായിട്ട് എഴുതിയെടുത്തിട്ടാണ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. മൊത്തം 166 സമ്മേളനങ്ങൾ നമ്മൾ ചേർന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തവരെല്ലാം തന്നെ പൊതു കാരണം, പബ്ലിക് റീസണെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ ചർച്ച ചെയ്യുന്നത്. ഒരിക്കലും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല അവർ എതിർപ്പുകൾ ഉന്നയിച്ചിരുന്നത്. പകരം പിന്നെന്തായിരുന്നു, പൊതു കാരണം മുൻനിർത്തിക്കൊണ്ടാണ് അവർ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നതും വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നതും എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം എന്നുള്ളത്, അതായത് ഇത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ മാത്രം ഉൽപ്പന്നമല്ല, നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിലെ തത്വങ്ങളാണ്, നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്ന തത്വങ്ങളുടെ ഒരു രൂപമാണ്, ഒരു തത്വങ്ങളുടെ ഒരു ആവിഷ്കാരമാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഭരണഘടനയുടെ സ്വീകാര്യത ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് വെറുതെ ഉണ്ടാക്കല്ല, ബാക്കി എല്ലാ ഭരണഘടനകളും പഠിച്ചതിന് ശേഷമാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ നമ്മുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. അതും നമ്മുടെ ഭരണഘടന കൂടുതൽ മികച്ചതാക്കി തീർക്കാൻ സഹായകമായി എന്നുള്ള കാര്യമൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മൾ സ്റ്റേറ്റ്മെന്റ് വരാൻ ചാൻസ് ഉള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുന്നുള്ള വിശ്വാസത്തോട് തന്നെ നിർത്തുന്നു. നന്ദി.